ഞാൻ തുടങ്ങിയാലോ എന്നാല്? ഓക്കെ സാറേ, തുടങ്ങി. ഓക്കെ, ശരി. അപ്പോൾ നമ്മളൊന്ന് ചർച്ച ചെയ്യുന്ന വിഷയം MPC 5-ലെ ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 2 ആണ്. ഈ ബ്ലോക്ക് അത്ര വലിയ പ്രധാനപ്പെട്ട ബ്ലോക്ക് പറഞ്ഞാൽ അത്ര വലിയ ടഫ് ഇല്ലാത്ത ബ്ലോക്കാണ്. പക്ഷേ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഏതെങ്കിലും 1-2 യൂണിറ്റിന് എസ്സേ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ ക്ലാസ് കേട്ട് പോയിന്റുകൾ മാത്രം മനസ്സിലാക്കിയത് നിങ്ങൾക്ക് പാസ്സാകാം. ഈ യൂണിറ്റ് 2-ൽ നമ്മൾ പഠിക്കുന്നത് ഗ്രൗണ്ടഡ് തിയറി എന്ന തിയറിയാണ്. നേരത്തെ നമ്മൾ പഠിച്ചെന്തായിരുന്നു? എത്നോഗ്രഫി എന്നത്, അഥവാ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു സംഘത്തെ, ഒരു ഫിനോമിനയെ അവരുടെ ഇടയിൽ ചെന്നുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് അവരിൽപ്പെട്ടൊരു മെമ്പറായിട്ട് വിഷയങ്ങൾ പഠിച്ചെടുക്കുന്നതിനെ എത്നോഗ്രഫി എന്ന് പറയും. എത്തിനോ പ്ലസ് ഗ്രാഫിയ. ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഇതിലെ കുറച്ച് കാര്യങ്ങൾ, പോയിന്റുകൾ ശ്രദ്ധിക്കാനുണ്ട്. മാത്രമല്ല ഇതിൻ്റെ സ്റ്റെപ്സുകൾ, എത്നോഗ്രഫിക്ക് നമ്മൾ 7 സ്റ്റെപ്പ് പറഞ്ഞിരുന്നു. അതുപോലെ ഇതിനും സ്റ്റെപ്സുകളുണ്ട്. ആ സ്റ്റെപ്പ് ഫോളോ ചെയ്താണ് ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് ഇമേജുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഗ്രൗണ്ടഡ് തിയറി എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ബേസ്ഡ് ഓൺ ഡാറ്റയാണ്, ഹൈപ്പോത്തസിസ് ഒന്നും ഉണ്ടാവില്ല. യെസ്, സാധാരണ ഒരു റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് ആ പ്രോബ്ലം അതിന് പരിഹാരം കണ്ടെത്താൻ അല്ലെങ്കിൽ നിലവിലുള്ള ആ തിയറിയെ നമ്മളൊന്ന് തിരുത്താൻ വേണ്ടി പുതിയൊരു ആശയം കൊണ്ടുവരാൻ ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്യും. ഇതിങ്ങനെയല്ല, അല്ലെങ്കിൽ ഇത് കാരണമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഡാറ്റ കളക്ട് ചെയ്യും. ഈ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതുമുള്ള ബന്ധങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. അങ്ങനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹൈപ്പോത്തിസിസ് ഇല്ല. നേരെ ചൊവ്വേ ഡാറ്റ കളക്ട് ചെയ്യുന്നു. സാധാരണ നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നത് അത് പ്രൈമറി ഡാറ്റയാണ്. ഇവിടെ സെക്കൻഡറി ഡാറ്റയാണ് പ്രധാനം. നിലവിൽ എന്തൊക്കെയാണോ ഉള്ളത് എങ്കിൽ ചിലപ്പോൾ റിപ്പോർട്ടുകൾ ഉണ്ടാകാം, പത്രങ്ങൾ ഉണ്ടാകാം, വാർത്തകൾ ഉണ്ടാകാം, വീഡിയോ ചാനലുകളിൽ വിടുന്നുണ്ടാകും. അങ്ങനെ സമൂഹത്തിലുള്ള എല്ലാ സോഴ്സുകളും അത് കംപ്ലീറ്റ് നോക്കിയിട്ട് ആ ഡാറ്റ അനനം ചെയ്ത് നമ്മളൊരു തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഒരു കാര്യം പറയും, തിയറിയോട് പറയും, എന്നിട്ട് ഡാറ്റ തരയും. അതിൻ്റെ ഹൈപ്പോത്തിസിലേക്ക് പോകുന്നത്. എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഡാറ്റ കൊണ്ട് തെളിയിക്കും. ഈ ഡാറ്റ തന്നെ ന്യൂമറിക്കൽ ഡാറ്റയല്ല. അങ്ങനെ ആകുമ്പോഴേക്കും എന്താവും? നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ്, അത് ക്വാളിറ്റേറ്റീവ് ആണ്. നമുക്ക് മനസ്സിലാക്കാം. ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ജനറേഷൻ ഓഫ് തിയറി വിച്ച് ഈസ് ബേസ്ഡ് ഓൺ കളക്ഷൻ ഓഫ് ഡാറ്റ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ്. ഇന്റർവ്യൂ ആകാം, അല്ലെങ്കിൽ നോട്ട്സുകളാകാം, അല്ലെങ്കിൽ റിപ്പോർട്ടുകളാകാം, അതല്ലെങ്കിൽ ഇമേജുകളാകാം, അതല്ലെങ്കിൽ വീഡിയോസ് ആകാം, അതല്ലെങ്കിൽ ഡയലോഗുകളാകാം, അതല്ലെങ്കിൽ ഇഷ്യൂസ് ആകാം. ഇതിനൊക്കെ ഡാറ്റകളെ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ എന്തിനാണത്? മെയിൻലി എയിംഡ് അറ്റ് കൺസ്ട്രക്ട് മിഡിൽ ലെവൽ തിയറീസ്. അപ്പോൾ നമ്മളിപ്പോൾ കാരൽ മാക്സിന്റെ തിയറികൾ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ ഫ്രൂയിഡിന്റെ തിയറികൾ നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ മാക്സ് വെബറുടെ വലിയ വലിയ തിയറികൾ എന്ന് പറഞ്ഞാൽ കുറേ കോൺസെപ്റ്റുകളും കുറേ ആശയങ്ങളൊക്കെ ഉണ്ടാവും. അത്ര വലിയ ഡീപ്പ് റൂട്ടഡ് ആയ തിയറി ഒന്നുമല്ല. എന്നാൽ ഒരു ചെറിയ പ്രതിഭാസം വിശദീകരിക്കാൻ വേണ്ടി ഒരു ചെറിയ തിയറി ആവശ്യമുണ്ടാവും. അത്ര വലിയ പോസ്റ്റുലേറ്റുകളും മറ്റൊന്നും ഉണ്ടായിക്കോളുന്നില്ല. അത്ര വലിയ വേരിയബിൾസും ഡീറ്റെയിലേക്ക് ഒന്നും ഉണ്ടായിക്കോളുന്നില്ല. എന്നാൽ ചെറിയ ഫിനോമിന. അപ്പോൾ മിഡിൽ റേഞ്ച് തിയറീസ് എന്ന് പറയാം. മിഡിൽ ലെവൽ തിയറീസ് അല്ലെങ്കിൽ മിഡിൽ റേഞ്ച് തിയറി അമേരിക്കൻ സോഷ്യോളജിസ്റ്റിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് മിഡിൽ റേഞ്ച് തിയറീസ്. റെഡ്ക്ലിഫ് ബ്രൗൺ ആണെന്ന് തോന്നുന്നു, ഓർമ്മല്ല. ഡയറക്ട്ലി ഫ്രം ഡാറ്റ അനാലിസിസ്. അപ്പോൾ ഡാറ്റകൾ അനലൈസ് ചെയ്തിട്ട് ഒരു മിഡിൽ ലെവലിലുള്ള മിഡിൽ റേഞ്ച് തിയറികൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡാറ്റ ഡ്രിവൻ ആയ ഒരു റിസർച്ചിനെയാണ് നമ്മൾ ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുന്നത്, അഥവാ വിച്ച് ഈസ് ഗ്രൗണ്ടഡ് ഓൺ ദി ഡാറ്റ. ഈ പ്രോമിനന്റ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തഡോളജിയാണ് യൂസ് ടു ബിൽഡ് തിയറി ഡയറക്ട്ലി ഫ്രം ദി കളക്റ്റഡ് ഡാറ്റ. അപ്പോൾ ഇതൊരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡാണ്, ഡയറക്ട്ലി ഫ്രം ഡാറ്റയാണ്. ഇതിവിടെ ഇൻഡക്റ്റീവ് തിയറിക്കൽ അപ്രോച്ചുകളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞ ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ പോയിന്റിൽ നിന്നും പിന്നെ അങ്ങനെ വലുതായി എങ്ങോട്ട് വരുന്നത്. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ വിശാലമായ ജനറലിൽ നിന്നും സ്പെസിഫിക്കിലേക്ക് വരുന്നതാണ്. അപ്പോൾ സ്പെസിഫിക് ആയ ഒരു ഡാറ്റ, മറ്റൊരു ഡാറ്റ ഇങ്ങനെയുള്ള ഡാറ്റകളൊക്കെ മനനം ചെയ്തുകൊണ്ട് വലിയൊരു പ്രതിഭാസത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. Where the researcher starts with the data and lets the theory build up rather than starting with a hypothesis to. Okay, അപ്പം നിലവിലുള്ള ഒരു തിയറിയെ ഒന്നെങ്കിൽ അതിനെ ഒന്നും കൂടി റിഫോം ചെയ്യാൻ, അതല്ലെങ്കിൽ അതിനെ നെഗേറ്റ് ചെയ്ത് പുതിയൊന്ന് കൊണ്ടുവരാൻ വേണ്ടി ഒരു ഹൈപ്പോത്തിസിസ് ജനറേറ്റ് ചെയ്ത് അതിന്റെ പേരിൽ പിന്നെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് പിന്നെ അത് സോർട്ട് ചെയ്ത് അനലൈസ് ചെയ്ത് കൺക്ലൂഷനിലേക്ക് വരുന്ന ആ സർവ്വസാധാരണമായ ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് മാറിയിട്ട് അങ്ങനെ ഹൈപ്പോത്തിസോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാധനമൊന്നുമില്ല, മറിച്ച് ഒരു കാര്യം നമ്മൾ മനസ്സിൽ കരുതുന്നു, പ്രസ്താവിക്കുന്നു, എന്നിട്ട് ഫീൽഡിൽ ഇറങ്ങുന്നു. ഫീൽഡിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ലൈബ്രറിയിലെ പുസ്തകങ്ങളാകാം,
അല്ലെങ്കിൽ വീഡിയോ ചാനലുകളിലാകാം, ഡയലോഗ്, ഇങ്ങനെ എന്തെല്ലാം സോഴ്സുകളിൽ നമുക്ക് വിഷയങ്ങൾ കിട്ടുമോ അതെല്ലാം സ്വരൂപിച്ച് കൂട്ടും. എന്നിട്ട് ഇവനെ തരംതിരിക്കും. അപ്പോൾ മീൻ പിടിക്കാനൊക്കെ പോയാൽ അങ്ങനെയല്ലേ, മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന മീനൊക്കെ എടുത്തു എന്നിട്ട് പിന്നെയാണ് തരംതിരിക്കുന്നത്. നമ്മൾ ഏത് ഫീൽഡിൽ ഇറങ്ങി, ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി പിന്നെ അത് തരംതിരിക്കില്ല. പിന്നെ സോർട്ട് ചെയ്തിട്ട് ഇതൊരു കാറ്റഗറി, ഇതൊരു കാറ്റഗറി, അതൊരു കാറ്റഗറി, ഇതൊരു കാറ്റഗറി, ഇത് തമ്മിൽ ബന്ധം, അങ്ങനെ നമുക്ക് ഡീറ്റെയിലേക്ക് പോകാം. റിസൾട്ടിങ് അനാലിസിസ് ആർ ബിൽറ്റ് അപ്പോൺ സ്ട്രോങ് എംപെരിക്കൽ ഫൗണ്ടേഷൻ. അപ്പോൾ തിയറി ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ അതൊക്കെ എന്താണ്, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് ഡാറ്റകളുടെ ബേസിലായിരിക്കും. അപ്പോൾ എംപെരിക്കലി ഫൗണ്ടഡ് ആയിരിക്കും ഈ തിയറി എന്നുള്ളത്. ഇറ്റ്സ് എ ഓൺലി ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ദാറ്റ് മേ ഓൾസോ ഇൻകോർപ്പറേറ്റ് ക്വാണ്ടിറ്റി. അപ്പോൾ ക്വാളിറ്റേറ്റീവ് മെത്തേഡും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും രണ്ടും കൂടി കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി റിസർച്ച് ഇത് മാത്രമേ ഉള്ളൂ. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കലി അല്ല, മറിച്ച് എന്താണ്, കോൺസെപ്റ്റുകളും ആശയങ്ങളും പ്രതിഭാസങ്ങളും വിശദീകരിക്കുന്നതാണ്. ഈ ബന്ധിയിൽ അതും അതോടുകൂടെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും വരും. രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഗ്രൗണ്ടിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ ഒരു സീഡ് നമ്മൾ വിത്തിട്ട് കഴിഞ്ഞാൽ ആ വിത്ത് മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് ആ വിത്തിൽ നിന്നാണ് വലുതായി വലുതായി മരം ഉണ്ടാവുന്നത്, ചെടി ഉണ്ടാവുന്നത്. അപ്പൊ ചെടി അതിന്റെ ബേസോടെ കിടക്കുന്ന വിത്താണ്. അപ്പൊ ഫ്രം സീഡ്, ഫ്രം ഡാറ്റ നമ്മൾ തിയറി ഡെവലപ്പ് ചെയ്യുന്നു, വലിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നു, ഫിലോസഫി ഉണ്ടാക്കുന്നു. ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ജനറേഷൻ ഓഫ് ദി തിയറി ഫ്രം ഡാറ്റ. അപ്പൊ സാധാരണ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഹൈപ്പോത്തിസ് ഫോർമുലേഷനിലേക്ക് പോകുക, എന്നിട്ട് ഡാറ്റ എടുക്കലാണ്. ഇവിടെ ഡാറ്റയിൽ നിന്നും ഹൈപ്പോത്തിസ് ഫോർമുലേഷനിലേക്ക് പോകുന്നു എന്ന ഒരു വ്യത്യാസമുണ്ട്. അതായത് ഒരു റിവേഴ്സ് ആയിട്ടാണ് ഇതിൽ കാര്യങ്ങൾ നടക്കുന്നത്. എന്നാണ് ഈ തിയറി വന്നത്? ഇതൊരു സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സോഷ്യോളജിസ്റ്റ് ആണ് ഈ ഒരു ആശയം കൊണ്ടുവന്നത്, മിഡിൽ റേഞ്ച് തിയറിക്ക്. ബെർണഡ് ഗ്ലാസർ ആൻഡ് സ്ട്രോസ്. അപ്പോൾ ഗ്ലേസർ ആൻഡ് സ്ട്രോസ് 1960കളിലാണ് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നത്, ഡാറ്റ ഡ്രിവൻ ആയ പ്രസ്താവനകൾ. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, കളക്ടിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഡാറ്റ ഫ്രം ടെക്സ്ച്വൽ ബേസ് ആൻഡ് ഒബ്സർവ്ഡ് സോഴ്സസ്. അപ്പോൾ ടെക്സ്റ്റുകളിൽ നിന്നും, നോവലുകളിൽ നിന്നും, സ്റ്റോറികളിൽ നിന്നും, ലൈബ്രറി പുസ്തകങ്ങളിൽ നിന്നും, പത്രങ്ങളിൽ നിന്നും, ലേഖനങ്ങളിൽ നിന്നൊക്കെ ഡാറ്റ കിട്ടും. അതിനെ ഇന്റർപ്രറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒബ്സർവ്ഡ് സോഴ്സസ്. ഒബ്സർവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ആൾക്കാരുമായിട്ട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രതിഭാസങ്ങൾ കാണുമ്പോൾ നമ്മുടെ വിലയിരുത്തൽ, ആ വിലയിരുത്തൽക്ക് ഇന്റർവ്യൂ ആൻഡ് ട്രാൻസ്ക്രിപ്റ്റ് എന്നാൽ എഴുതി വെച്ചത്. ഇപ്പൊ നമ്മളൊരു ടൂർ പോവുകയാണെങ്കിൽ 10 ദിവസത്തെ ടൂറാണെന്ന് വിചാരിച്ചാൽ ഒന്നാമത്തെ ദിവസം മുതലേ പലതും കുറിച്ച് വെക്കും അല്ലേ, ആ ഡയറിയിൽ അങ്ങനെ അവിടെയും ഇവിടേക്ക് ഇങ്ങനെ കുറിച്ച് വെക്കും. ഇത് 10 ദിവസം കഴിഞ്ഞാൽ ഈ ഡയറി മറിച്ച് വെക്കുമ്പോൾ ഒരു 10-20 പേജ് ഉണ്ടെങ്കിൽ ഈ 20 പേജിലുള്ള മുഴുവൻ ഡാറ്റയാണ്. ഇതിനെ പ്രത്യേക രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് നമ്മളാണ് അതിലൊരു സംഭവം ഉണ്ടാക്കുന്നത്, റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്, ട്രാവലുകളൊക്കെ തയ്യാറാക്കുന്നതാണ്. അതുപോലെ തന്നെ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഒബ്സർവ് ചെയ്ത് കിട്ടുന്ന ഫീൽഡ് നോട്ടിൽ നിന്നും, ഇന്റർവ്യൂവിൽ നിന്നും, അവിടെയും ഇവിടെയും കിട്ടുന്ന ട്രാൻസ്ക്രിപ്ഷനുകളും അല്ലെങ്കിൽ കുറിപ്പുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ ഡാറ്റ ഡെവലപ്പ് ചെയ്യുന്നത്. അഥവാ സെക്കൻഡറി ഡാറ്റയാണ് പ്രധാനമായിട്ടും ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, അതിന് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ആ ഡാറ്റ തന്നെ ഡൈവേഴ്സ് മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്നാണ് എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. ഇങ്ങനെ കിട്ടുന്ന ഡാറ്റ സിസ്റ്റമാറ്റിക്കലി കാറ്റഗറൈസ്ഡ് ഇൻ ടു വേരിയബിൾസ്. അപ്പൊ നേരിട്ട് വേരിയബിൾ ആക്കിയിട്ട് അതും ഇതും ബന്ധമുണ്ടോ എന്നല്ല, മറിച്ച് ഇതിനെ കാറ്റഗറൈസ് ചെയ്യും. ഇപ്പൊ നമ്മൾ മീൻ കച്ചവടമുള്ള സ്ഥലത്തേക്ക് പോയി മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ പലതരം മീൻ ഉണ്ടാവും അല്ലെ. ഒന്നാകെ കൊണ്ടുവന്നിട്ട് പിന്നെ അതിങ്ങനെ തരം തിരിച്ച് ഇതന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ളത്, മറ്റത് മത്തി തന്നെ 3 തരത്തിലുണ്ടാവും, പുതിയ മത്തി, പഴയ മത്തി അല്ലെ, ഇങ്ങനെ പല മീനുകളും തരം തിരിച്ചു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇതിനൊരു കാറ്റഗറി, അതൊരു കാറ്റഗറി ഇങ്ങനെ തരം തിരിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇന്റർപ്രിറ്റേഷൻ, പിന്നെ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് വേരിയബിൾസ്. അപ്പോൾ കാറ്റഗറൈസ് ചെയ്യും, എന്നിട്ട് ഈ വേരിയബിളും ഈ വേരിയബിളും ആ വേരിയബിളും ഈ വേരിയബിളും അതിന്റെ ക്ലസ്റ്ററുകൾ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലുള്ള ആ രീതി. അപ്പോൾ ഫീൽഡിൽ ഇറങ്ങുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നു, കാറ്റഗറൈസ് ചെയ്ത് ക്ലസ്റ്ററുകളാക്കുന്നു, എന്നിട്ട് അവ തമ്മിലുള്ള ബന്ധങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രസ്താവിക്കുന്ന തിയറി, അതിനെ നമ്മൾ എന്താ പറയുക പ്രസ്താവിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രസ്താവിച്ച തിയറിയെ പ്രൂവ് ചെയ്യുന്നതിലൂടെ. ഇവിടെ സാധാരണ ഒരു സ്കില്ല് മാത്രം പോലെ ഒരു എക്സ്ട്രാ സ്കില്ലും കൂടി വേണം. അഥവാ അതിന് പറയുന്ന പേരാണ് തിയറിറ്റിക്കൽ സെൻസിറ്റിവിറ്റി എന്ന് പറയും. സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം എന്നൊക്കെ ഇപ്പോൾ കേട്ടിട്ടില്ലേ. അപ്പൊ തിയറിറ്റിക്കൽ സെൻസിറ്റിവിറ്റി ഉള്ളവർക്ക് മാത്രമേ ഇതൊക്കെ കഴിയുള്ളൂ അല്ലെ. ചില ആൾക്കാർ എവിടെ പോയാലും ബിസിനസ് കാണും, ചില ആൾക്കാർ എവിടെ പോയാലും അതിലൊരു ആനന്ദവും ഒരു ബ്യൂട്ടി കാണും. എന്ത് കണ്ടാലും അതിലൂടെ കവിത വരും ചിലർക്ക്, എന്ത് കണ്ടാലും കരച്ചിൽ വരും ചിലർക്ക്. ഇതുപോലെ തിയറി ഡെവലപ്പ് ചെയ്യുന്ന ആൾക്ക് തിയറീഷ്യൻസ് ആകുമ്പോൾ എല്ലാത്തിനും അതിന്റെ പിന്നിൽ ഒരു തിയറി അവർ ഡെവലപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ സെൻസിറ്റിവിറ്റി ഇതിനുണ്ടായിരിക്കണം.
Process of dividing and formulating variable requires thorough knowledge of the literature as well as the selection of the technique. അപ്പോൾ നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയിട്ട് കുറേ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാറ്റയെ തരംതിരിക്കണം, കാറ്റഗറൈസ് ചെയ്യണം. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അപ്പൊ അത് കാറ്റഗറൈസ് ചെയ്യാനുള്ള പ്രത്യേക ഒരു കഴിവ്, അതിനെ ഈ രീതിയിൽ കറക്റ്റ് ചെയ്യണം, ഈ രീതിയിൽ കണക്ട് ചെയ്യണം. അങ്ങനെ ഈ ഡാറ്റകൾ തമ്മിൽ ഈ രീതിയിലുള്ള ഒരു ബന്ധമുണ്ട്. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതിൽ ആ രീതിയിലുള്ള ഒരു കഴിവും സെൻസും സെൻസിബിലിറ്റിയും അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കില്ലും ഉണ്ടായിരിക്കണം എന്നത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. റിസർച്ചേഴ്സ് എബിലിറ്റി to thoroughly analyze and interpret the identified variable and data is meaningful. ഇതാണ് ശരിക്കും ഈ തിയറിറ്റിക്കൽ സെൻസിറ്റിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിയറിറ്റിക്കൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു റിസർച്ചറുടെ കഴിവാണ്. എന്തിനുള്ള കഴിവ്? തറോലി അനലൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും. എന്തിനെ? ഐഡന്റിഫൈ വേരിയബിൾ, കണ്ടെത്തിയ ഡാറ്റകൾ അത് ഓരോ വേരിയബിളായി തിരിച്ച് അത് തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിട്ട് ആ ബന്ധങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് അത് ഇങ്ങനെയാണ് ഇത് തമ്മിൽ ഇതാണെന്നോട് പറയാനുള്ള ഒരു കഴിവ്, ആ ഒരു സ്പെഷ്യൽ സ്കില്ലിനെ, ആ ഒരു ടാലന്റിനെ നമ്മൾ തിയറിറ്റിക്കൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ഈ ഒരു ഫീൽഡിൽ അത് വളരെ പ്രധാനമാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? സാധാരണ തിയറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗ്രൗണ്ടഡ് തിയറിക്കാരെന്ത്? ഫസ്റ്റ് ഡാറ്റ, എന്നിട്ട് തിയറി ഫോർമുലേഷൻ. മറ്റു തിയറിക്കാരോ ആദ്യം ഒരു തിയറി ഉണ്ടാക്കും, എന്നിട്ട് ഹൈപ്പോത്തിസിസ് ജനറേറ്റ് ചെയ്യും, എന്നിട്ട് ഡാറ്റ കളക്ട് ചെയ്യും, എന്നിട്ട് അത് പ്രൂവ് ചെയ്യും. അല്ലെങ്കിൽ ഇത് നേരെ ഒരു ഡാറ്റയിലേക്ക് കയറുന്നു, അഥവാ സെക്കൻഡറി സോഴ്സുകൾ കണ്ടെത്തുന്നു, അതിലൂടെ നമ്മൾ ബന്ധങ്ങൾ അല്ലെങ്കിൽ കണക്ഷൻസ് ഉണ്ടാക്കുന്നു, എന്നിട്ട് തിയറി ഫോർമുലേറ്റ് ചെയ്യുന്നു. ആ ഒരു ഡിഫറൻസ് ഇതിൽ കാണാൻ പറ്റും. എന്താണ് ഈ ഒരു പറഞ്ഞ ഗ്രൗണ്ടഡ് തിയറിയുടെ പർപ്പസ്? എന്താണ്? എവിടെയാണ് ഈ ഗ്രൗണ്ടഡ് തിയറി ഉപയോഗിക്കുന്നത്? ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് അപ്രോച്ച് ആൻഡ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ ഫോർ ജനറേറ്റിംഗ് ന്യൂ തിയറീസ്. അപ്പം പുതിയ തിയറികൾ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു തിയറിയാണ്. മാത്രമല്ല മോഡിഫൈയിങ് എക്സിസ്റ്റിംഗ് വൺ, നിലവിലുള്ള തിയറിയെ മോഡിഫൈ ചെയ്യാനും ഓർ അണ്ടർസ്റ്റാൻഡ് ന്യൂ ഫിനോമിന. അപ്പോൾ സമൂഹത്തിലുള്ള ചില പ്രതിഭാസങ്ങൾ, ആൾക്കാർക്കിടയിലുള്ള അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രതിഭാസങ്ങളെ അനലൈസ് ചെയ്യാനും മനസ്സിലാക്കാനും അല്ലെങ്കിൽ നിലവിലുള്ള ചില തിയറിയെ തിരുത്തുവാനും അല്ലെങ്കിൽ പുതിയ തിയറികൾ, പുതിയ ഫിനോമിനൽ കൊണ്ടുവരാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക രീതിയാണിത്. ഇഫക്റ്റീവായ അപ്രോച്ചാണ്. മാത്രമല്ല ഇതൊക്കെ ഡാറ്റ ഡ്രിവൻ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതിന്റെ പർപ്പസ് എന്തൊക്കെയാണ്? ഒന്ന്, ജനറേറ്റ് ഗുഡ് തിയറി. നല്ലൊരു തിയറി ഉണ്ടാകും ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് ഡാറ്റ കളക്ഷൻ. വെറുതെ അല്ല, റാൻഡംലി പറയലല്ല, അല്ലെങ്കിൽ പറഞ്ഞിട്ട് പിന്നെ തെളിയിക്കലല്ല. പറയുന്നു, അത് ഡാറ്റ ഡ്രിവൻ ആയിട്ട് പ്രൂഫ് സഹിതം തെളിയിക്കുന്നു. ഇപ്പൊ നമ്മൾ പറയല്ലോ വോട്ട് ചോരി എന്നൊക്കെ പറയും. വോട്ട് ചോരി നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കണം. അപ്പൊ കുറെ ഡാറ്റകൾ മനനം ചെയ്ത് ഭയങ്കര റിസർച്ച് നടത്തിയിട്ട് കുറെ ഡാറ്റകൾ കൊണ്ടുവരും. അത് സ്വീകരിക്കുന്നവരെന്താവും അടിപൊളിയായിട്ട് അങ്ങനെ അതൊക്കെ എത്രയെന്ന് അങ്ങനെ പറയും. നോക്കുമ്പോഴേ എന്തായിരുന്നാലും ഇതെന്താണ്? ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് ഡാറ്റ കളക്ഷൻ. അങ്ങനെ പറഞ്ഞാൽ aims to produce high quality theories because it involves systematic steps and collect data from. അപ്പോൾ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യുന്നു. ആ ഡാറ്റകൾ തന്നെ മൾട്ടിപ്പിൾ സോഴ്സിലാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഗുഡ് തിയറി ഡെവലപ്പ്. രണ്ട്, ഇവാലുവേറ്റ് പ്രോസസ്. അതായത് എംഫസിസ് പ്ലേസ്ഡ് ഓൺ ദി സിസ്റ്റമാറ്റിക് പ്രോസസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് എമർജിംഗ് തിയറി ആൻഡ് വിച്ച് ഇസ് കീ. അപ്പോൾ പുതിയ തിയറികളുടെ ആ ഒരു ഡെവലപ്മെന്റിലെ അതിന്റെ പ്രോസസ്സ്, അതായത് ഫീൽഡിൽ ഇറങ്ങുന്നു, സെക്കൻഡറി ഡാറ്റകൾ എടുക്കുന്നു, ആ ഡാറ്റകൾ തമ്മിലുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കുന്നു, അതിലെ വേരിയബിൾസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, ആ വേരിയബിൾസിനെ തരം തിരിച്ചിട്ട് അതിനെ ഗ്രൂപ്പാക്കുന്നു, ഗ്രൂപ്പുകൾ തമ്മിൽ ഈ രീതിയിലൊക്കെ ബന്ധങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു, എന്നിട്ട് ഒരു തിയറി ഡെവലപ്പ്. അതിന് വളരെ കൃത്യമായൊരു പ്രോസസ്സ് ഉണ്ട്. വെറുതെയാണ് ചെയ്തു തുടങ്ങലല്ല, അത് നമുക്ക് പഠിക്കാനുണ്ട്. ആ പ്രോസസ്സുകളിലൂടെയാണ് പോകുന്നത്. മാത്രമല്ല എൻഹാൻസ് തിയറിക്കൽ സെൻസിറ്റിവിറ്റി. ഇങ്ങനത്തെ ഒരു തിയറി എന്ന് പറയുമ്പോൾ തിയറിറ്റിക്കൽ സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു, അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ സ്കില്ല് വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. അതല്ലെങ്കിൽ ഇങ്ങനെ സ്കില്ലുള്ളവർ മാത്രമേ ഇത്തരം തിയറി നടത്താവൂ എന്നത് തന്നെ ഇതിന്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതിന് ഗുഡാണ്. പിന്നെ ഫോർമുലേറ്റ് കോൺസെപ്ഷ്യൽ ഹൈപ്പോത്തസിസ് ഫ്രം ഒബ്സർവ്ഡ് പാറ്റേൺ. അപ്പോൾ നമ്മൾ കുറെ ഡാറ്റകൾ കണ്ടെത്തി, ആ ഡാറ്റകൾക്കിടയിലുള്ള ബന്ധങ്ങൾ, സാമീപ്യങ്ങളും ഒരു സാമരസ്യങ്ങളും കണ്ടെത്തി പാറ്റേൺ കണ്ടെത്തുന്നു. ഈ പാറ്റേണുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തിയറി ഡെവലപ്പ് ചെയ്യുന്നു, പുതിയ സാധനങ്ങൾ കൊണ്ടുവരുന്നു എന്നതിന്റെ ഒരു ഗുണമാണ്, ഇതിന്റെ ഗോളാണ്. പിന്നെ മെയിൻ കൺസേൺ ഓഫ് ദി പാർട്ടിസിപ്പന്റ് ആൻഡ് ഹൗ ദേ റിസോൾവ് ദം. അതായത് നമ്മൾ ഒരു ഫീൽഡിൽ ഇറങ്ങി, ഒരു സംഘത്തിൽ ഇറങ്ങി, അവരെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവരുടെ വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുന്നു. ആ പ്രശ്നങ്ങളെ അവരെങ്ങനെ അനലൈസ് ചെയ്യുന്നു, ആ പ്രശ്നങ്ങളെ അവരെങ്ങനെ അഡ്രസ് ചെയ്യുന്നു എന്നത്, അതായത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ഒക്കെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു. കംപ്ലീറ്റ് എന്താണ് ഒരു പാർട്ടിസിപ്പൻസിന്റെ ഒരു എക്സ്പീരിയൻസ്, എംപെരിക്കലിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിന്റെ പ്രത്യേകതയാണ്. ഈ തിയറിയിലൂടെ വരുന്ന സാധനങ്ങളും മിക്കവാറും ഒരു യൂണിവേഴ്സൽ കോൺസെപ്റ്റുകളായിരിക്കും. അതായത്
ഒരു ഗ്രൗണ്ടഡ് തിയറിയുള്ള കൊണ്ടുവരുന്ന സാധനങ്ങൾ ആ ഒരു ഫീൽഡിൽ, ആ ഒരു ഏരിയയിൽ, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ, ആ ഒരു പ്രതിഭാസത്തിൽ മാത്രമായിരിക്കില്ല, അത് മറ്റുള്ള സ്ഥലത്തേക്കും അപ്ലിക്കബിൾ ആയിരിക്കും, അഥവാ ജനറലൈസേഷൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത, അല്ലെങ്കിൽ അതാണ് ഇതിന്റെ ഒരു ഗോൾ. അപ്പൊ ഈ പറഞ്ഞ 5 കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഗ്രൗണ്ടഡ് തിയറിയുടെ ഗോളുകൾ. അതല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഗ്രൗണ്ടഡ് തിയറി നടത്തേണ്ടെന്ന് കാര്യം. ഇനി നമ്മൾ കണ്ടെത്തുന്ന ഫൈൻഡിങ്സിന്റെ നേച്ചർ, അതായത് ഫീൽഡിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഡാറ്റകളെയാണ് നേരിട്ട് ആ ഡാറ്റകൾ പഠിച്ചിട്ട് അതിന്റെ ഇടയിലുള്ള ബന്ധങ്ങളാണ്, ആ ബന്ധങ്ങൾ എസ്റ്റാബ്ലിഷ് തിയറി ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഉണ്ടെന്ന ഫൈൻഡിങ്സിന്റെ പ്രത്യേകത, പെർസ്പെക്റ്റീവ്. അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ റിലയബിലിറ്റി വാലിഡിറ്റി ഒരു വിഷയമാണ്. അതായത് ഇങ്ങനെ കിട്ടുന്ന ഡാറ്റകൾ അത് റിലയബിൾ ആണോ, അതായത് അവിടെയുള്ള അതേ സാധനം മറ്റു സ്ഥലത്തും റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കുക എന്നുള്ളത്. അത് കൺസിസ്റ്റന്റ് ആണോ, ആണ്. പിന്നെ വാലിഡ് ആണോ, വാലിഡ് ആണ് എന്നാണ് പറയുന്നത്. അല്ല എന്നതിനൊരു ക്രിറ്റിസം ഉണ്ട്. കാരണം അതൊക്കെ ഇൻഡിവിജ്വൽ, എൻ്റെ ബയാസുകളും എൻ്റെ പ്രിജുഡികളും അതിൽ റിഫ്ലക്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള, റിഫ്ലക്ട് ചെയ്യാത്ത രീതിയിലുള്ള തിയററ്റിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള സെൻസിറ്റിവിറ്റി ഉള്ള ആളാണ് ഈ ഫീൽഡിൽ ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ രീതി റിലയബിലിറ്റി വാലിഡിറ്റി ചോദ്യമാണ് അതിന്റെ നേച്ചർ. Finding of the grounded theory are more reliable because grounded theory is based on data collected from the multiple sources. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നോ ഒരു ഏരിയയിൽ നിന്നോ അല്ല, മറിച്ച് മൾട്ടിപ്പിൾ സോഴ്സസ് നിന്ന് ഡാറ്റ കിട്ടി, ആ ഡാറ്റകൾ കോർഡിനേറ്റ് ചെയ്ത് അതിനെ അങ്ങനെയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അത് റിലയബിൾ ആണ്. പിന്നെ മാത്രമല്ല ഡൈവേഴ്സ് സോഴ്സ് ഉപയോഗിക്കുന്നു എന്ന് തന്നെ ഇതിന്റെ റിലയബിലിറ്റിയും ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ട് എന്ന് തെളിയിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ കിട്ടുന്ന നമ്മൾ ഈ ഗ്രൗണ്ടഡ് തിയറിയുടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന തിയറിയുടെ അല്ലെങ്കിൽ ഡാറ്റയുടെ ഒക്കെ പ്രത്യേകത എന്താണ്? റിസൾട്ട്സ് ആർ നോട്ട് റിപ്പോർട്ടിംഗ് ഫാക്ട്സ്. നമ്മൾ കേവലം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നത് മാത്രമായിരിക്കില്ല, മറിച്ച് നിലവിലുള്ള പ്രതിഭാസവും പഴയ പ്രതിഭാസവും അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന പ്രതിഭാസത്തെ കുറിച്ച് ഒരു ഫോർകാസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് കൾച്ചറിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ പ്രതിഭാസങ്ങൾക്കിടയിലുള്ള കമ്പാരിസൺ, അതിന്റെ വേരിയേഷൻസ് ഒക്കെ നമുക്ക് ഇതിലൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. Their integrated set of concept hypothesis developed from the empirical data. എക്സ്പീരിയൻസ്ഡ് ആയ ഡാറ്റകളാണ്, അഥവാ ഫീൽഡിൽ ഇറങ്ങി കണ്ട് ഒബ്സർവ് ചെയ്ത് പഠിക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള ഡാറ്റകളെ ശരിക്ക് അനലൈസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഡാറ്റ ആയതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ സാധനങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിന്റെ പ്രത്യേകതയാണ്. ഈ ഗ്രൗണ്ടഡ് തിയറിയുടെ റിസൾട്ടുകൾ എന്ന് പറഞ്ഞാൽ കേവലം ഒരു പ്രൊബബിലിറ്റി സ്റ്റേറ്റ്മെന്റ് ആയിരിക്കില്ല. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെയാകാൻ സാധ്യതയുണ്ട് എന്നല്ല പറയുന്നത്, മറിച്ച് എന്താണ്, പിന്നെ അവിടെ ഒരു സംഭവമുണ്ട്, പ്രതിഭാസമുണ്ട് എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിഭാസമില്ല, സംഭവമില്ല എന്ന് അതിനെ നിഷേധിക്കുകയാണ്. ആ രീതിയിലാണ് പോകുന്നത്. പിന്നെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ, ഈ ഡാറ്റ എങ്ങനെയാണ് കളക്ഷൻ നടക്കുന്നത്, ഈ നടക്കുന്ന ഡാറ്റകളുടെ നേച്ചർ എന്താണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഗ്രൗണ്ടഡ് തിയറിയിലെ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടിയാണ് ഡാറ്റ. അപ്പൊ ഡാറ്റയുടെ പ്രധാന, നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു മരം മുളച്ചു വരുന്നത് ആ മരത്തിന്റെ ഒരു സീഡ് ഉണ്ട്, ആ സീഡാണ് ഇത്. ആ സീഡാണ് വളരെ പ്രധാനം. സീഡ് പറ്റേണ്ട സ്ഥലത്ത് വെച്ച് അതിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്ത് അതിന്റെ സമയമാകുമ്പോൾ അത് പതുക്കെ സ്പ്രൗട്ട് ചെയ്ത് പതുക്കെ ഒരു വലിയൊരു പ്രസ്ഥാനമാകുന്നത് പോലെ തന്നെയാണ് ഈ ഗ്രൗണ്ടഡ് തിയറിയിലെ ഡാറ്റ എന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. ഡാറ്റ ഇല്ലാതെ ഒരു സ്ഥാനമില്ല. ഡാറ്റ ഈസ് എവറിത്തിങ്. ദാറ്റ് ആർ ദ റിസർച്ചർ സ്റ്റഡിങ്. അപ്പോൾ ഒരു ഏരിയയിൽ പോയി ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ജനതയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ഇടയിലുള്ള പല പല കാര്യങ്ങളെയും നമ്മൾ അനലൈസ് ചെയ്ത് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അതൊക്കെ ഡാറ്റയാണ്, അഥവാ ഡാറ്റ ഡ്രിവൺ ആയ ഒരു സാധനമാണ്. പിന്നെ ഇങ്ങനെ കിട്ടുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഇന്റർവ്യൂ എന്ന്, ഇപ്പൊ ഞാനൊരു നാട്ടിൽ പോയിട്ട് അവിടെ 10 ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് മാത്രമല്ല, ചോദിക്കലൊരു ഘടകമാണ്, ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരു ഘടകമാണ്. പിന്നെ അവിടെ അവർ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും, അവിടെ കൾച്ചറലായ മറ്റു കാര്യങ്ങളാകാം, അവരുടെ റൈറ്റിങ്സ് ആകാം, അല്ലെങ്കിൽ അവരുടെ സിമ്പലുകളാകാം, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഡാറ്റ കിട്ടും. അപ്പോൾ നമ്മൾ ഇറങ്ങി ഒരു 10 ദിവസം ഞാൻ ഒരു ഏരിയയിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് റിസർച്ചിന്റെ ഭാഗമായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഞാൻ കാണുന്ന ഓരോ കാര്യങ്ങളും അതങ്ങനെ കുറിക്കും. പഴയ ആൾക്കാരോട് സംസാരിക്കുന്നു, സ്കൂളിൽ പോകുന്നു, മറ്റോടത്ത് പോകുന്നതൊക്കെ കുറിച്ച് വെക്കും. ഇങ്ങനെ കുറിച്ച് ഉണ്ടാക്കിയ ഈ സാധനങ്ങളൊക്കെ, കുത്തിക്കുറിച്ച് വെച്ച ഈ സാധനങ്ങളിൽ നമ്മൾ ക്ലാസ് കേൾക്കുമ്പോൾ കുത്തിക്കുറിച്ച് വെക്കുന്ന ഈ സാധനങ്ങൾ, ഇതിനെ ഫീൽഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡാറ്റയാണ്. ഇതിനെ പിന്നെ നമ്മൾ കുറുക്കി പലതരത്തിലുള്ള ഡാറ്റകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫീൽഡ് നോട്ടുകൾ, ഇൻഫോർമൽ ഇന്റർവ്യൂസ്, ലെക്ചേഴ്സ്, സെമിനാർ, എക്സ്പേർട്ട് മീറ്റിംഗ്സ്, എക്സ്പേർട്ട് ഡിസ്കഷൻസ്, TV ചാനലുകളിലെ ഡിസ്കഷൻസ്, ഇങ്ങനെ സമൂഹത്തിൽ കാണാൻ പറ്റുന്ന ഡാറ്റ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം സോഴ്സ് ഉണ്ടോ അവിടെ നിന്നൊക്കെ നമുക്ക് ഡാറ്റ എടുക്കാൻ പറ്റുന്നുള്ളതിന്റെ പ്രത്യേകതയാണ്. ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ്, ഇന്റർനെറ്റ്, മെയിൽ ലിസ്റ്റ്, ടെലിവിഷൻ ഷോസ്,
ഈവൻ ഫ്രണ്ട്സുകൾക്കിടയിലുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിലുള്ള അല്ലെങ്കിൽ സ്കോളേഴ്സിന്റെ ഇടയിലുള്ള സംസാരം പോലും അതിൽ നിന്നൊക്കെ നമുക്ക് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും എന്നതിന്റെ പ്രത്യേകത. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ എഫിഷ്യൻസി ആൻഡ് സ്പീഡാണ്. കാരണം നമുക്ക് ഒരേ സമയം പല സോഴ്സിൽ നിന്നും സാധനങ്ങൾ കിട്ടുന്നു എന്നുകൊണ്ട് തന്നെ ധാരാളം ഡാറ്റകൾ കിട്ടുന്നു എന്നതും മാത്രമല്ല ചെറിയ ഇഫോർട്ട് കൊണ്ട് തന്നെ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞാൽ ഈ റിസർച്ച് മെത്തേഡിനെ പലവരും എന്ത് ചെയ്യുന്നു, പ്രയോറിറ്റൈസ് ഉണ്ട്. കാരണം എന്താ, സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാം, മാത്രമല്ല കോൺസെപ്ച്വലി ഇത് കാര്യങ്ങൾ പെട്ടെന്ന് എളുപ്പം പറഞ്ഞുകൊടുക്കാനും പറ്റും. ഈ പ്രോസസ്സ് ഫാസ്റ്റർ. കാരണം എന്താ, ഇവിടെ ഡാറ്റ ഫീൽഡ് നോട്ടിലോ ഇന്റർവ്യൂവിലോ ഒതുങ്ങുന്നില്ല. കാണുന്നതെല്ലാം കിട്ടുന്നതെല്ലാം അതിൽ നിന്നൊക്കെ ഇൻഫോർമേഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റും. ആ ഇൻഫോർമേഷൻ തമ്മിൽ അനലൈസ് ചെയ്ത് അവ തമ്മിൽ വല്ല ബന്ധങ്ങളുണ്ടോ, കുറവുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്ന് കണ്ടെത്തിയിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്ത് അതിനെ നമ്മൾ പിന്നെ ഇതാക്കുകയും ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞാലും അല്ലെ, സീഡ് ഈസ് ദ ഫീൽഡ്. അപ്പൊ ഒരു ചെറിയ സീഡ്, അങ്ങനെയുള്ള കുറേ സീഡുകൾ, അങ്ങനെയുള്ള ഒരു സീഡ് വലുതായിട്ട് ഒരു മരമാകുന്ന പോലെ ആയിരക്കണക്കിന് സീഡുകൾ, ആയിരക്കണക്കിന് ട്രെഡുകൾ, ആയിരക്കണക്കിന് ആശയങ്ങൾ നമ്മൾ ഒരു ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടും. ഇത് മുഴുവൻ പെറുക്കിയെടുത്ത് ഒപ്പിയെടുത്ത് അതിനെ ശരിക്ക് സസൂക്ഷ്മം നിരീക്ഷിച്ച് വീണ്ടും വീണ്ടും പഠിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. പിന്നെ ഇറങ്ങുമ്പോൾ അതല്ല ഇങ്ങനെയാണെന്ന് വീണ്ടും മനസ്സിലാക്കും. തിരുത്തിയും മറിച്ചും നമുക്ക് ചില കാര്യങ്ങൾ പഠിച്ചിങ്ങനെ ഏകദേശം മനസ്സിലാക്കി വരുമ്പോഴേക്ക് അത് അങ്ങനെയല്ലായിരുന്നു, അപ്പൊ തിരുത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഭയങ്കര എന്താ പറയുക, റീറ്ററേറ്റീവ് എന്ന് പറയും. റീറ്ററേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക ഒരു പഠനമാണ് ഈ സാധനം. അഥവാ ഒരിക്കൽ നമ്മളിപ്പോൾ ഒരാഴ്ചയോളം ഫീൽഡിൽ ഇറങ്ങി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയാ ഇനി നമ്മൾ തിരിച്ചു പോകാൻ നേരത്തുമ്പോഴേക്കും പുതിയ എന്തോ കേൾക്കില്ല. അപ്പോൾ പോയി നോക്കുമ്പോൾ ആദ്യം കേട്ടതുപോലെ ഒന്നല്ല, വേറെ ഉണ്ട്. നമ്മുടെ ഒരു കല്യാണ രീതി, ട്രൈബൽ സമൂഹത്തിൽ പോയിട്ട് അവരുടെ കല്യാണ രീതി പഠിക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അതെടുത്ത് നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് അപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട്, അപ്പോൾ നോക്കുമ്പോൾ വേറെ, അപ്പോൾ അതിനെക്കുറിച്ചും. അപ്പോൾ ഉള്ളതിനെ മാറ്റുകയും മറിക്കുകയും എങ്ങനെ പലതിൽ നിന്നും നമ്മൾ എടുക്കുകയാണ്. ഇവിടെ ഡാറ്റ കളക്ട് ചെയ്യുന്ന പറയുമ്പോൾ എങ്ങനെയാണ്, അത് സെൽഫ് ഇന്റർവ്യൂ പോലും ആകാം. അതായത് ഞാൻ ഫീൽഡിൽ ഇറങ്ങി പഠിക്കുകയാണെങ്കിൽ ഞാനൊരു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കാം, നിങ്ങൾക്ക് അതിന് എന്താ മനസ്സിലായത്? ഇങ്ങനൊരു സംഭവം, ആ ഒരു ലേഖനം വായിച്ചിട്ട്, ആ ഒരു എസ്സേ കണ്ടിട്ട്, അല്ലെങ്കിൽ ആ ഇന്റർവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അപ്പൊ അത്രമാത്രം കഴിവുള്ള ഒരാളാണെങ്കിൽ സ്വന്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഡാറ്റകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് സെൽഫ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഗ്രൗണ്ടഡ് തിയറി റിസർച്ചേഴ്സ് വിത്ത് എക്സ്പീരിയൻസ് ഇൻ ടോപ്പിക്, വിഷയ സംബന്ധമായിട്ട് നല്ല കഴിവുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അവരെ തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ലേഖനം വായിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു സംഭവം മനസ്സിലാക്കിയിട്ട്, ഒരു നാടകം കണ്ടിട്ട്, ഒരു സംഭവം, ഒരു ഫുട്ബോൾ കളിയും അത് അനുബന്ധമായിട്ടുള്ള യുദ്ധം, അവിടെ അടിപിടിയൊക്കെ കണ്ടപ്പോഴേക്കും നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്, എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ മതി എന്തെല്ലാം വിഷയത്തിലേക്ക് അടിച്ചു കയറുന്നത്. നോർത്ത് ഇന്ത്യൻ സമൂഹത്തെ പോലെ തന്നെ ഇവിടെയും നമ്മുടെ നാട്ടിലെത്തി ചെറിയ വിഷയങ്ങൾക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പേരുകളൊക്കെ. ആരാണ് പ്രൊഫൈൽ നെയിം എന്നുള്ള വേറെ വിഷയം. അപ്പൊ ഇതിന്നൊക്കെ നമുക്ക് കുറെ ഡാറ്റകൾ കിട്ടും. എന്തുകൊണ്ട് ഇവരിങ്ങനെയായി? ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേരള ജനത, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടായി? ഇത് എവിടേക്ക് എത്തും? എന്തിനാണ് ഇതിന് ശ്രമിക്കുക? ആരാ അതിന്റെ പിന്നിലൊക്കെ ഒരു അനലൈസ് നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡാറ്റ ഡ്രിവൻ റിസർച്ച് കൊണ്ടെത്താൻ പറ്റും. സെൽഫ് ഇന്റർവ്യൂ ഡാറ്റ അനലൈസിലേക്ക് അത് മറ്റു ഡാറ്റകൾ പോലെ, അപ്പൊ സെക്കൻഡറി സോഴ്സിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്ന പോലെ സ്വന്തത്തോട് ചോദിച്ചുകൊണ്ടും സ്വന്തം ആത്മകഥം നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റകൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെ പ്രത്യേകതയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഒക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്, ഡാറ്റയിൽ നിന്നും. ഇപ്പോൾ ലോക്ക്ഡ് നമ്മള് കൊറോണ സമയത്ത് ലോക്ക്ഡൌൺ ഒക്കെ വന്നില്ലായിരുന്നു, അല്ലെങ്കിൽ ക്വാറന്റൈൻ ഒക്കെ വന്നില്ലല്ലോ. ആ ക്വാറന്റൈൻ സമയത്ത് നമ്മൾ മിക്കവാറും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടി വന്നിരുന്നു അല്ലെ? അങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടി വന്നപ്പോൾ അതിന്റെ പേരിൽ മാനസികമായ പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഫിസിക്കൽ അലീനേഷൻ എന്നുള്ളത് മെന്റൽ ഡിസോർഡറിന് കാരണമാണ് എന്ന് ഞാൻ പ്രസ്താവിച്ചു കഴിഞ്ഞാൽ, ഒരു ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഞാനത് തെളിയിക്കണം. എങ്ങനെ തെളിയിക്കുക? ഞാൻ ഡാറ്റ ബേസ് ആയിട്ട് തെളിയിക്കണം. ഡാറ്റ എങ്ങനെയാണ്? ഇപ്പോൾ ഇത് നോക്കുക, ഈ തിയറിയാണിത്. ഞാൻ തിയറി എന്താണ് ചെയ്യുന്നത്? ഞാൻ പറയുന്നത് അലീനേഷൻ കോസസ് മെന്റൽ ഡിസോർഡേഴ്സ്, അതായത് ഒറ്റപ്പെട്ടു പോവുക. ഇപ്പോൾ ഗൾഫുകാരനായ നമ്മളൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആകെ ലീവ് 20 ദിവസം ഉണ്ടാകുക, 15 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച ക്വാറന്റൈൻ നിൽക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും ഇതിന്റെ അവസ്ഥ? ആ ക്വാറന്റൈന് ഫുഡ് ആരും കൊടുത്തുതരാൻ പറ്റില്ല. കൊടുത്തുതരാണെങ്കിൽ തന്നെ നായ്ക്കൾക്കും പട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ മറ്റു കാളകൾക്കും പശുവിനൊക്കെ കൊടുക്കുന്ന പോലെ അവിടെ ഒരു നമ്മൾ പോയി എടുക്കണം. ചില സ്ഥലത്ത് ബക്കറ്റ് കെട്ടിയിട്ട്, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്ക്. അങ്ങനെ നിൽക്കുന്ന ആളുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ആലോചിച്ച് നോക്കുക. അപ്പം ഞാൻ ഫീൽഡിൽ ഇറങ്ങി പഠിക്കുമെന്ന് വിചാരിക്കുക. ഡാറ്റകൾ ആ ഏറ്റവും മുകളിൽ നോക്ക്, കോവിഡ് ലോക്ക്ഡൗൺ ആൻഡ് അലീനേഷൻ. ഏറ്റവും മുകളിലത് ഞാൻ ഒരു പത്രവാർത്ത കണ്ടു. അപ്പൊ പത്രത്തിലൂടെ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ കുറെ കേസുകൾ കണ്ടു. ഒന്നാമത്തെ സെറ്റ്.
വേറൊന്ന് TV ചാനലിൽ നോക്കുമ്പോൾ അവിടെയുണ്ട് കുറേ കാര്യങ്ങൾ. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ നാട്ടിൽ അവിടെ ആൾക്കാർ പറയുന്ന കേസുകൾ. ഇങ്ങനെ പല പല സോഴ്സുകളിൽ നിന്നും നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടും. ഏറ്റവും മുകളിലുള്ള ആ കള്ളികൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ ഞാൻ കുറിച്ച് വെച്ച് ഇതിങ്ങനെ നോക്കുമ്പോൾ ഒരു 10-200ഓളം പോയിന്റുകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടിയത്. ഇതിന് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിന് ചിലതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹെഡിങ്ങിന്റെ കീഴിൽ ഇതൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാം, ഇതിനൊക്കെ ഇങ്ങനെ കൊണ്ടുവരും. അതെന്ത് കാറ്റഗറൈസ് ചെയ്തു. ആദ്യത്തെ കുറച്ച് 4 സാധനങ്ങൾ വെച്ചിട്ട് ആദ്യത്തെ 2 ഒരു കാറ്റഗറി, വേറെ 2 ഒരു കാറ്റഗറി. അപ്പം എന്തായി, 1000കണക്കിനുള്ള 100കണക്കിനുള്ള ഒബ്സർവേഷൻസിനെ നമ്മൾ ഒരു 8-10 കാറ്റഗറി ആക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 2 കാറ്റഗറി ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വേറെ ഹെഡിങ്ങിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ലോക്ക്ഡൌൺ സമയത്ത് ആൾക്കാർക്ക് പേടിയുണ്ട്, ഫിയർ. മറ്റൊരു കാറ്റഗറി ഉണ്ട് ആങ്ഷൈറ്റി എന്നൊരു ഹെഡിങ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 5-6 സ്ഥാനത്ത് ഒന്നിലും അതിന് അങ്ങനത്തെ 2-3 കാറ്റഗറി വേറെ ഒന്നിലേക്കും കൊണ്ടുവന്നു. എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ആങ്ഷൈറ്റി, ഫിയർ, പിന്നെ ഡിസോർഡേഴ്സ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം ഇവർക്ക് എന്താണ്, സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസ് മെന്റൽ ഡിസോർഡേഴ്സിന് കാരണമാകുന്നു എന്ന് പ്രസ്താവിക്കുന്നു. അപ്പോൾ ലോക്ക്ഡൌൺ സമയത്തുള്ള ഫിസിക്കൽ അലീനേഷൻ, ഫിസിക്കൽ ഡിറ്റാച്ച്മെന്റ് എന്നത് മാനസിക പിരിമുറുക്കങ്ങളും മാനസിക അസുഖങ്ങൾക്ക് കാരണമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു, എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനെ പിന്നെ ഡാറ്റ ബേസ് ചെയ്ത് ഞാൻ തെളിയിച്ചു. ഫീൽഡിൽ ഇറങ്ങിയിട്ട് ആദ്യം കിട്ടിയത് എൻ്റെ ഫീൽഡ് നോട്ടാണ്. ഫീൽഡ് നോട്ടിന് ഞാൻ എന്ത് ചെയ്തു, കുറേ പോയിന്റുകൾ ഞാൻ പല പല ഹെഡിങ്ങുകളിലേക്ക് തരംതിരിച്ചിട്ട് 5 എന്നിട്ട് പിന്നെ ഈ 2-3 കാറ്റഗറി ഒന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് ഇങ്ങനെ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുക. ഒരു എക്സാമ്പിൾ ആണിത്. ഞാൻ കഴിഞ്ഞ വർഷം ക്ലാസ്സിൽ കേട്ടിരുന്ന സാധനം എടുത്തുന്നുള്ളൂ. ഓക്കെ, ഗ്രൗണ്ടഡ് തിയറിയിൽ ഇങ്ങനെ നടക്കുക. ഗ്രൗണ്ടഡ് തിയറി എന്താ നമ്മൾ പറഞ്ഞത്, ഡാറ്റ ആണ് പ്രധാനം എന്ന് പറഞ്ഞല്ലോ. ഡാറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ ഡാറ്റ കളക്ഷന് വേണ്ടി ഫീൽഡിൽ ഇറങ്ങുന്ന തന്നെ ഗ്രൗണ്ടിൽ തന്നെ പോകണമെന്നില്ല. ഞാൻ ഒബ്സർവ് ചെയ്യുന്ന പലതും ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ വായിച്ചിട്ടും TV ചാനലിൽ കണ്ടിട്ടും സംസാരങ്ങൾ കേട്ടിട്ടും പല പല കാര്യങ്ങളിലും, ഇപ്പോൾ വാട്സപ്പ് ആകാം, ഫേസ്ബുക്ക് ആകാം, ഇവിടുന്നൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ ഓരോന്നും നോട്ട് ചെയ്ത് തുടങ്ങി. ഈ നോട്ട് ചെയ്ത സാധനത്തെ ഞാൻ പല കാറ്റഗറി ആക്കി കോഡിങ് ചെയ്തു. കോഡിങ് ചെയ്തതിന് ഞാൻ വീണ്ടും എനിക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഞാൻ മെമ്മോ ചെയ്തു, എൻ്റെ ബുള്ളറ്റ് പോയിന്റുകളാക്കി എടുത്തു. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, സോർട്ട് ചെയ്തിട്ട് കോഡ് ചെയ്ത ആ സാധനത്തെ നമ്മൾ എന്ത് ചെയ്തു, റിപ്പോർട്ടായിട്ട് റൈറ്റ് ചെയ്തു. ഇതാണ് ഇതിന്റെ സ്റ്റെപ്പ് വരുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ 10,000കണക്കിന് ഇൻഫോർമേഷൻ എനിക്ക് കിട്ടിയത്, ഡാറ്റ. ഈ ഡാറ്റ കളക്ഷന് വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോൾ അതിനെ 10,000കണക്കിന് സാധനങ്ങളെ നമ്മൾ 100 ആക്കി എന്ത് ചെയ്തു, 5 കാറ്റഗറി ആക്കി. 5 കാറ്റഗറി ആക്കിയിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഓരോ ഹെഡിങ്ങിന്റെ കീഴിലേക്ക് എന്ത് ചെയ്തു, ഇതിനെ കൊണ്ടുവന്നു, കോഡിങ് നടത്തി. ആ ഹെഡിങ്ങുകളുടെ കീഴിൽ കൊണ്ടുവന്ന ശേഷം ഇവ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഞാൻ എന്ത് ഓരോ എൻ്റെതായ കുറിപ്പുകൾ ഉണ്ടാക്കി. എന്നിട്ട് അത് സോർട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഇന്റർ കണക്ഷൻസ് ഒക്കെ ഒരു റിപ്പോർട്ടായിട്ട് റൈറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ തിയറി ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഇതിൽ നടക്കുന്ന സ്റ്റെപ്സുകൾ ഏതൊക്കെയാണ്? ഗ്രൗണ്ടഡ് തിയറിയിൽ നടക്കുന്ന സ്റ്റെപ്സ് ഒന്ന് മെമ്മോയിങ് പറഞ്ഞാൽ ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് സ്റ്റെപ്പ് വെയർ ദ റിസർച്ചർ കളക്ട്സ് ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് നോട്ട്സ് ആൻഡ് മെമ്മോസ്. ഫീൽഡിൽ ഇറങ്ങുന്നു, പഠനം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയൊക്കെയാണ് ഒബ്സർവ് ചെയ്യുന്നത്, ആരൊക്കെയാണോ കാണുന്നത്, എന്തൊക്കെയാണോ നിരീക്ഷിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ എൻ്റെതായ ഒരു കുറിപ്പ് അങ്ങനെ ഇരിക്കും. മറ്റവർക്ക് മനസ്സിലാക്കണമെന്നില്ല. ഞാൻ എനിക്ക് പറ്റുന്ന രൂപത്തിൽ എനിക്കിങ്ങനെ തിരിയുന്ന രീതിയിൽ ഷോർട്ട് ഹാൻഡായിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ ഷോർട്ടായിട്ടോ ഇങ്ങനെ കുറിച്ച് വെക്കും. അതിലിപ്പം ഞാനൊരു ഒരാഴ്ചക്കോ 2 ആഴ്ചക്കോ ഒരു ഫീൽഡിൽ ഇറങ്ങി കാര്യങ്ങൾ നടത്തുവാണെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ആ വിഷയവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു 10-25 പേജ് അല്ലെങ്കിൽ 100-200 പേജുള്ള ഒരു വലിയ സാധനം തന്നെ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ടാവും. ദീസ് മെമ്മോസ് ആക്ട് ആസ് വൈറ്റൽ സോഴ്സ് ഓഫ് ഡാറ്റ. ഇതാണ് ശരിക്കും നമ്മുടെ ഈ പറഞ്ഞ തിയറിയുടെ പ്രധാന ഉറവിടം. ഇതാണ് വിത്ത് ഫോർ സബ്സിക്വന്റ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ. എന്നിട്ട് ഇതിനെ നമ്മൾ അനലൈസ് ചെയ്യണം. ഇതിനെങ്ങട്ടും ഇങ്ങനെ തരംതിരിക്കുകയാണ്. പ്രോസസ് ഓഫ് റിക്കാർഡിംഗ്, ഒബ്സർവേഷൻ, ആയിട്ട് ഇങ്ങനെ ചെയ്യും. അങ്ങനെ വരുന്ന നോട്ടുകൾ, മെമ്മോ ചെയ്തെടുക്കുന്ന നോട്ടുകൾ 3 തരത്തിൽ വരാം. തിയറിറ്റിക്കൽ നോട്ടുകൾ, ഫീൽഡ് നോട്ട്, കോഡ് നോട്ട്. അപ്പൊ എന്താണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്? എന്താണ്? നോട്ട്സ് തയ്യാറാക്കല, അഥവാ കുറിപ്പ് തയ്യാറാക്കലാണ്. പ്രസംഗം കേൾക്കുമ്പോൾ, ക്ലാസ് കേൾക്കുമ്പോൾ ലെക്ചർ നോട്ട് ഉണ്ടാക്കൂലേ? ലെക്ചർ നോട്ട് പലവരും പല രൂപത്തിലുണ്ടാക്കുക. അപ്പൊ തിയറിറ്റിക്കൽ നോട്ട്സുകൾ ഉണ്ടാകാം. തിയറിറ്റിക്കൽ നോട്ട്സുകൾ എന്ന് പറയുമ്പോൾ തിയറി റിലേറ്റഡ് ആയ കുറച്ചുകൂടി സങ്കീർണമായ, പെട്ടെന്ന് മനസ്സിലാക്കാത്ത രീതിയിലുള്ളത്. അങ്ങനെ പറഞ്ഞാൽ ഹൗ ദ ടെക്സ്ച്വൽ ഡാറ്റ റിലേറ്റ്സ് ടു ദ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ ഓഫ് ദി സ്റ്റഡി. നിലവിലുള്ള ആ പ്രതിഭ, ഉദാഹരണം ആത്മഹത്യ അല്ലെങ്കിൽ അഡിക്ഷൻ, അതും അല്ലെങ്കിൽ അങ്ങനെ വേറെന്തെങ്കിലാണ്,
ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ലൈബ്രറിയിൽ പോയിട്ട് വായിച്ചു നോക്കുമ്പോൾ കുറേ മെറ്റീരിയൽ എമിലി ദുർഖൈമിന്റെ ഒരു തിയറി കണ്ടു, മറ്റൊരു തിയറി കണ്ടു, ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു തിയറിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് തിയറിറ്റിക്കൽ നോട്ട്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ പല തിയറികളിൽ നിന്നും പല പല വലിയ ചിന്തകന്മാരിൽ നിന്നും പല പല പ്രതിഭാസങ്ങളിൽ നിന്നും നമ്മൾ ഒബ്സർവ് ചെയ്ത് കിട്ടുന്ന കുറച്ചുകൂടി ഇന്റലക്ച്വൽ ഇൻപുട്ടുള്ള സാധനങ്ങളെ നമ്മളൊന്ന് തിയറിറ്റിക്കൽ നോട്ട് എന്ന് പറയും. ഫീൽഡ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാരോട് സംസാരിച്ച് കിട്ടുന്നത് ക്യാപ്ചേഴ്സ് റിയൽ ടൈം ഒബ്സർവേഷൻ ആൻഡ് ഈവൻസ്. ഞാനിങ്ങനെ നിരീക്ഷണം നടത്തുന്ന സമയത്ത് നേരിട്ട് ആൾക്കാരുടെ അടിയിൽ കുറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആങ്ഷൈറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ സ്ട്രെസ്സിനെ കുറിച്ചോ പഠിക്കുമ്പോൾ ഞാൻ മെറ്റീരിയലിൽ നിന്ന് അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ നിന്ന് വായിച്ചതിന് പുറമെ ആൾക്കാരെ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് പലതും കിട്ടി. അതാണ് ഫീൽഡ് നോട്ട്. prepared when the researcher is actively participating with the study population. ഞാൻ ആരെക്കുറിച്ചാണ് പഠിക്കുന്നത്, ഏത് പ്രതിഭാസത്തെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അവരുമായിട്ട് ഇടപഴകുമ്പോൾ കാണുന്ന പല പല ഒബ്സർവേഷൻസും അത് അവർ കാണാതെയും അല്ലെങ്കിൽ കണ്ടിട്ടൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, കുറിച്ച് വെക്കുന്നു. ദേ ഡോക്യുമെന്റ് ഓൺ ദ സ്പോട്ട് ഒബ്സർവേഷൻ. അപ്പോൾ അവിടെ ഇരിക്കുന്നൊക്കെ ഞാൻ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നു. ഇതാണ് ഫീൽഡ് നോട്ട്. മറ്റേതെന്നാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ വലിയ വലിയ സാധനങ്ങൾ വലിയ വലിയ പ്രതിഭാസങ്ങൾ വലിയ വലിയ ആശയങ്ങളിൽ നിന്ന് കിട്ടുന്നു. ഇതോ ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന പല പല പ്രതിഭാസങ്ങളും ഒബ്സർവേഷൻസും ആണ്. എന്നിട്ട് കോർഡിനോട്ട്, ഈ സാധനവും ഈ സാധനങ്ങൾ നോക്കുമ്പോൾ ഇത് തമ്മിൽ എന്തോ ഒരു സമർപ്പം, അത് തമ്മിലൊരു യോജിപ്പ്, അല്ലെങ്കിൽ ഇത് തമ്മിൽ എന്തോ ഒരു അടുപ്പം, അങ്ങനെ അങ്ങനെ ചിലതൊക്കെ നമ്മളൊരു അടുപ്പ്. ഇതിനെ നമ്മളത് ലേബൽ ചെയ്യാൻ, കോഡ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളെ കണ്ടില്ല, അവർക്ക് ഗെയിമിനെ കൊടുക്കുന്ന മാതിരി ഒരു 10-25ഓളം കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കളർ കോഡ് ചെയ്യാൻ പറഞ്ഞാൽ നീലയ്ക്കൊരു ഭാഗത്ത്, മഞ്ഞയ്ക്കൊരു ഭാഗത്ത്, പച്ചക്കൊരു ഭാഗത്ത്, ചുവപ്പൊരു ഭാഗത്ത്, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാരെ തരംതിരിക്കുക ആണ് പെണ്ണ് 2 കോഡായി. ഇനി ആൺകുട്ടികൾ പെൺകുട്ടികൾ, കുട്ടികൾ തന്നെ 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ളവരെ, 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ, 10 വയസ്സ്, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ലേബൽ ചെയ്യും, കോഡ് ചെയ്യും. ഇതേ രൂപത്തിൽ നമുക്ക് കിട്ടിയ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യും, പല രീതിയിൽ ലേബൽ ആൻഡ് കാറ്റഗറൈസ് ഐഡിയാസ് ആൻഡ് പ്രോപ്പർട്ടീസ്. നമ്മൾ കണ്ടെത്തിയ ഫീൽഡ് നോട്ടിൽ നിന്നോ മെമ്മോയിൽ നിന്നോ സാധനത്തെ നമ്മൾ പല കാറ്റഗറി ആയിട്ട് ലേബൽ ചെയ്ത് തരംതിരിക്കുന്നതിനാണ് കോർഡിനോട്ട് എന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരുപക്ഷെ പേരിടും, അല്ലെങ്കിൽ ലേബൽ ചെയ്യും, അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്ന രീതി. ഇതൊക്കെയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുമ്പോൾ ഡാറ്റ ഡ്രിവൻ ആണ്. ഡാറ്റ എവിടെ നിന്നാണ് കിട്ടുന്നത്, ഫീൽഡിൽ ഇറങ്ങിയിട്ടോ പല രീതിയിലായിരിക്കും. അങ്ങനെ ആ പ്രോസസ്സ് തുടങ്ങുമ്പോൾ ആദ്യത്തെ എന്താണ്, മെമ്മോയിങ് ആണ്, കുറിപ്പുകൾ ഉണ്ടാക്കലാണ്. ഈ കുറിപ്പുകൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ 3 തരത്തിലെ കുറിപ്പുകൾ കാണാം. തിയറിറ്റിക്കൽ കുറിപ്പുകൾ കാണാം, ഫീൽഡ് നോട്ടുകൾ കാണാം, എന്നിട്ട് ഇത് തമ്മിലുള്ള ബന്ധങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കോഡിംഗ് നോട്ടുകളും കാണാൻ പറ്റും. ഇതാണ് ഇതിലെ ബേസിക്. രണ്ടാമത്തെ സ്റ്റെപ്പ്, നോട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ സോർട്ട് ചെയ്യണം, റൈറ്റ് ചെയ്യണം. ഓക്കെ, സോർട്ടിങ് ഏതെല്ലാം രീതിയിൽ വരും? സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഈ മെമ്മോസിനെ മീനിങ് ഫുൾ ഓർഡറിൽ എന്ത് ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യുക. ആഫ്റ്റർ മെമ്മോസ് ആർ റിപ്പീറ്റഡ്, ഇത് നമ്മൾ മെമ്മോസിനെ പല പ്രാവശ്യം ഇങ്ങനെ വായിച്ചു നോക്കും. ആ പോയിന്റും ഈ പോയിന്റും മറ്റേ പോയിന്റൊക്കെ ഇങ്ങനെ നമ്മൾ അങ്ങനെ തന്നെ ഒരു പ്രസംഗത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ കുറേ പോയിന്റുകൾ എഴുതിക്കും. പിന്നെ അത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന് ഇങ്ങോട്ടാക്കണം, ആ വിഷയം ഇപ്പൊ പറയേണ്ടല്ല, അങ്ങനെ ഇങ്ങനെ ഇതാക്കി വെക്കും. അതേ മറിച്ച് ഓർഗനൈസ് ചെയ്യുന്ന ഡാറ്റ സിസ്റ്റമാറ്റിക്കലി സോർട്ടഡ് ടു ഓർഗനൈസ് ദ ഇൻഫോർമേഷൻ്റെ പ്രോപ്പർ കോൺസെപ്ച്വൽ ഓർഡർ. കിട്ടിയ സാധനങ്ങളെ മുഴുവൻ അതേമാതിരി വെച്ച് പിന്നെ അതിനെങ്ങനെ ഇതിനെ ഫസ്റ്റ് വെക്കുന്നു, പിന്നെ ഇതിനെ വെക്കുന്നു, പിന്നെ ഇതിനെ വെക്കുന്നു, ഇങ്ങനെ. ഇപ്പോൾ ഗൾഫുകാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും, നാട്ടിൽ പോകുന്ന സമയത്ത് സാധനങ്ങൾ വാങ്ങിക്കൂട്ടി റൂമിൽ അങ്ങനെ വെച്ചിട്ടുണ്ടാവും. പോകുന്നതിന്റെ തലേന്നോ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പായിരിക്കും പെട്ടിയെടുത്തിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്യും. അത് ഇവിടെ കൊടുക്കാള്, ഇത് ഇവിടെ കൊടുക്കാള്, ചിലത് ലേബൽ ചെയ്യും, പേരിടും, ചിലത് 2-3 കിട്ടിയിട്ട് ബൈൻഡ് ചെയ്യും, കാരണം ഞാൻ അത് മാറിപ്പോണ്ടാന്ന് എഴുതിയിട്ട്. എന്നിട്ട് പെട്ടിയിൽ വെക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ വെക്കും. അത് അടുക്കും ചിട്ടയിൽ തന്നെ വെക്കണം. ലിക്വിഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ വെക്കണം. ഇതേ രൂപത്തിൽ നമ്മൾ കിട്ടിയ ഫീൽഡ് നോട്ടിനെ കാറ്റഗറൈസ് ചെയ്ത് വെക്കും. എന്താ അതിന്റെ ഫംഗ്ഷൻ? സോർട്ടിംഗ് പ്രോപ്പർട്ടി ലിങ്ക്സ് ദ ഇൻഫോർമേഷൻ ഐഡിയാസ്. ഇങ്ങനെ സോർട്ട് ചെയ്യുമ്പോൾ ഈ ആശയങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഇതും ഇത് തമ്മിൽ ബന്ധമുണ്ട്, അപ്പൊ ഇതിന്റെ ഉള്ളിൽ 5 കാര്യങ്ങൾ, ഇതിന്റെ ഉള്ളിൽ 5 കാര്യങ്ങൾ, ഇത് തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. നമുക്ക് ബന്ധങ്ങൾ, റിലേഷൻസ്, ഇന്ററാക്ഷൻസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ആൾസോ റിവീൽ ലൈറ്റ് ഇൻസൈറ്റ് ദാറ്റ് വെയർ നോട്ട് എവിഡന്റ് ഡ്യൂറിംഗ് ദി ഇനീഷ്യൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സോർട്ട് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് വെച്ചപ്പോഴാണ് ഞാൻ ആദ്യം കണ്ട നമ്മൾ കരുതിയ മാതിരിയൊന്നും അല്ലട്ടോ, ഇങ്ങനൊരു ബന്ധം ഇതിന്റെ പിന്നിലുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ കണ്ടതൊക്കെ വാരിക്കൂട്ടി വെക്കും, വാരിക്കുറിച്ച് വെക്കും. എന്നിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്ത് പിന്നെ വീണ്ടും ഇതിൽ അനലൈസ് ചെയ്യുമ്പോഴാണ് ഇതിനെ ഇങ്ങോട്ട് ഇടണം, ഇങ്ങനെ നമുക്ക് മനസ്സിലാകും. അതിനുശേഷം സോർട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് റൈറ്റ് ചെയ്യുന്നു, ഇന്റർപ്രറ്റിംഗ് ആൻഡ് ലിങ്കിങ് ഡാറ്റ ടു തിയറി ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ ആ സാധനങ്ങൾ മുന്നിൽ വെച്ച് പിന്നെ അത് വെച്ചിട്ട് വലിയൊരു കുറിപ്പ് തയ്യാറാക്കണം. 10 വർഷത്തെ അല്ലെങ്കിൽ 5 വർഷത്തെ അല്ലെങ്കിൽ 5 മാസത്തെ 2 ആഴ്ചത്തെ എൻ്റെ അന്വേഷണത്തിലൂടെ എനിക്ക് കണ്ടെത്തിയ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ അപ്പൊ എനിക്ക് ഈ വിഷയമായിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ കംപ്ലീറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന ആ സ്റ്റെപ്പ്. അപ്പൊ എന്തായി, ഒന്ന് ഇതായിരുന്നു മെമ്മോയിങ്. ആ മെമ്മോയിൽ തന്നെ തിയറിറ്റിക്കൽ നോട്ടുകളുണ്ട്, ഫീൽഡ് നോട്ടുകളുണ്ട്, കോഡ് നോട്ടുകളുണ്ട്.
അങ്ങനെയൊക്കെ തയ്യാറാക്കിയിട്ട് പിന്നെ സോർട്ട് ചെയ്യുന്നു, കാറ്റഗറൈസ് ചെയ്യുന്നു. ആ കാറ്റഗറൈസ് തമ്മിൽ ഇന്റർ റിലേഷൻസ്, കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇതെല്ലാം ഒന്ന് വിശദമായിട്ട് റൈറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്സുകൾ. ഓക്കെ, കോഡിങ് ഈസ്, അപ്പോൾ ഇനി ഇതിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ സോർട്ടിങ് ആൻഡ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ ആ കോഡിങ്ങിന് 3 രീതിയിലുള്ള കോഡിങ് നമുക്ക് കാണാൻ സാധിക്കും. സോർട്ടിങ് ആൻഡ് കോഡിംഗ് എന്നിട്ടാണ് റൈറ്റിംഗിൽ വരുന്നത് കേട്ടോ. കോഡിംഗ് 3 രീതിയിൽ കാണുന്നത്. കോഡിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ബിൽഡിംഗ് അബ്സ്ട്രാക്ഷൻ ബൈ അനലൈസിങ് ആൻഡ് കാറ്റഗറൈസിങ് ഇവൻ ടു ഐഡന്റിഫൈ. അപ്പോൾ ഈ കുറേ കുറിപ്പുകളുണ്ട്. ഈ കുറിപ്പുകളൊക്കെ നമ്മൾ എന്താ ഇത് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സോർട്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് കോഡ് ചെയ്യുന്നു. കോഡ് ചെയ്യുമ്പോൾ ഓപ്പൺ കോഡിംഗ് കാണാം, ആക്സിയൽ കോഡിംഗ് കാണാം, സെലക്റ്റീവ് കോഡിംഗ് കാണാം. ഇങ്ങനെ 3 രീതിയിലെ കോഡിംഗ് കാണാം. ഏതൊക്കെയാണ്? ഓപ്പൺ കോഡിംഗ്, ആക്സിയൽ കോഡിംഗ്, സെലക്റ്റീവ് കോഡിംഗ്. ഇങ്ങനെ 3 രീതിയിൽ കോഡ് ചെയ്ത് അതിന്റെ റിപ്പോർട്ടാണ് കൊണ്ടുവരുന്നു. ഓപ്പൺ കോഡിംഗ് അതായത് ഇനീഷ്യൽ ലാബലിംഗ് ആൻഡ് കാറ്റഗറൈസ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആയിരക്കണക്കിന് ഇൻഫോർമേഷൻ, ആയിരക്കണക്കിന് ഡാറ്റ നമ്മളുണ്ട്. ഇത് നമുക്ക് തരംതിരിക്കൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ അടക്ക കൃഷിയൊക്കെ ഉള്ളവരാന്ന് വിചാരിക്കുക. അടക്ക ഒന്നാകെ പറിച്ചുകൊടുന്ന് ഒരു അടക്ക നിർത്തുന്ന പറമ്പിൽ അല്ലെങ്കിൽ ആ പാടത്ത് ഒന്നാകെ ഉണ്ടാവും. ഇത് പെട്ടെന്ന് നമുക്ക് തരംതിരിക്കാറില്ല. അപ്പൊ പിന്നെ ഇത് ആദ്യം ഉണങ്ങിയതും പച്ചയും, പിന്നെ ആ പച്ചയിൽ തന്നെ കുറച്ച് ഇങ്ങനെ പല രീതിയിൽ തരംതിരിക്കുക. അത് ആദ്യത്തെ തരംതിരിക്കലാണ് ഓപ്പൺ കോഡിംഗ് എന്ന് പറഞ്ഞാൽ. ഇനീഷ്യൽ ലാബലിംഗ് ആൻഡ് കാറ്റഗറി. ഇപ്പൊ മനുഷ്യന്മാരുടെ ആണ് പെണ്ണ് രണ്ടായി തിരിച്ചു. ആ ഒരു ഫസ്റ്റ് ഇനീഷ്യലായിട്ട് വലിയൊരു നിരീക്ഷണമോ വലിയൊരു ഒബ്സർവേഷനോ ഒന്നും ഇല്ലാതെ പ്രഥമ ദൃഷ്ടിയ നമുക്ക് കിട്ടുന്ന തരംതിരിക്കലാണ് ഇനീഷ്യൽ ലാബലിംഗ് ആൻഡ് കാറ്റഗറൈസേഷൻ എന്ന ഓപ്പൺ കോഡിംഗ്. അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത 8-10 കാര്യങ്ങൾ ഇത് തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ എല്ലാം കൂടി ഒരു കുടക്ക് കീഴിൽ ഒരു കൊട്ടയിലേക്ക് ആക്കും. അതാണ് ആക്സിയൽ കോഡിംഗ്. റിലേറ്റിംഗ് കാറ്റഗറീസ്. ഇങ്ങനെ തരംതിരിച്ച സാധനങ്ങളെ നമ്മൾ പരസ്പര ബന്ധം എസ്റ്റാബ്ലിഷ്, അത് ഇതുമായിട്ട് ബന്ധമുണ്ട്, ഇത് ഇതുമായിട്ട് ബന്ധമുണ്ട്, ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ആക്സിയൽ കോഡിംഗ് എന്ന്. ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത കണക്ഷൻസിനെ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു? ഒരു മോഡലിലേക്ക് അല്ലെങ്കിൽ ഒരു കോർ മോഡലിലേക്ക്, കോർ ഹെഡിങ്ങിന്റെ കീഴിൽ കോർ കൊട്ടയിലേക്ക് കൊണ്ടുപോകുന്നതാണ് സെലക്റ്റീവ് കോഡിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഡാറ്റകൾ മുഴുവൻ കളക്ട് ചെയ്തു ഒരു തലയും പോലുമില്ലാതെ കൊണ്ടുവന്നു. അത് ആദ്യം ഒന്ന് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഒരു ചെറിയ രീതിയിൽ തരംതിരിക്കൽ, പ്രാഥമികമായ വലിയൊരു ഇതൊന്നും ഇല്ലാത്തൊരു തരംതിരിക്കൽ ഓപ്പൺ കോഡിംഗ്. അങ്ങനെ തരംതിരിച്ച് വെച്ച വസ്തുക്കളെ പല ഇതിന്റെ പേരിലും ബന്ധങ്ങളുടെ പേരിലും തരംതിരിക്കൽ ആക്ച്വൽ കോഡിംഗ്. ഈ ബന്ധങ്ങളുള്ള സാധനങ്ങളൊക്കെ പ്രത്യേക ഒരു രീതിയിലേക്ക് ഒരൊറ്റ കാറ്റഗറിയിലേക്ക് കൊണ്ടുവരുന്നത് സെലക്റ്റീവ് കോഡിംഗ്. ഈ സെലക്റ്റീവ് കോഡിങ്ങിന്റെ ബേസിൽ നമ്മൾ ഒരു തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓപ്പൺ കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിഫൈയിങ്, ലാബലിംഗ് ആൻഡ് അനലൈസിംഗ് ഫിനോമിന ഫൗണ്ട് ഇൻ ദ ടെക്സ്റ്റ്. പുസ്തകത്തിൽ നമ്മൾ വായിച്ചപ്പോൾ കിട്ടിയ, അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ നേരം വെളുത്ത് വൈകുന്നേരം വരെ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരു സിനിമ കണ്ടപ്പോൾ അതിന് കിട്ടിയ കുറേ ആശയങ്ങൾ അതൊക്കെ കുറിച്ചിട്ട് ഐഡന്റിഫൈ ദ ആൻഡ് ലാബൽ ഫിനോമിന ഇൻ ടെക്സ്റ്റ്. എക്സാമ്പിൾ, ഐ സ്ലീപ്പ് എ ലോട്ട്. ഐ സ്ലീപ്പ് എ ലോട്ട് എന്നൊരു ആ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിനെന്ത് മനസ്സിലാക്കാം? അയാൾക്ക് എനർജി ലോസിങ് വന്നു. ഒരു ആശയം നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ള കുറേ ആശയങ്ങൾ കൊണ്ടെത്തുന്ന ഒരു രീതി. The researcher take the specific names, events or properties and group them into more general categories, dimension, generalization. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഇതാക്കുന്നു. എന്നിട്ട് ആ ഒരു ജനറൽ കാറ്റഗറിന്റെ കീഴിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നു. ലോസ് ഓഫ് എനർജി, ഉദാഹരണം ഐ സ്ലീപ്പ് ലോട്ട് എന്നുള്ളത് എന്ത് ചെയ്യാം? നമുക്ക് ബ്രോഡർ കാറ്റഗറി ലോസ് ഓഫ് എനർജി എന്ന് പറയുന്ന ഒരു കാറ്റഗറിന്റെ കീഴിൽ ഇതിനെ കൊണ്ടുവരാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. ഇനി ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള തരംതിരിക്കലാണ് നമ്മളെ ഓപ്പൺ കോഡിംഗ് എന്ന് പറഞ്ഞു. അതിനുശേഷം ആക്ച്വൽ കോഡിംഗ് അഥവാ റിലേറ്റിംഗ് കാറ്റഗറീസ്, ബന്ധങ്ങൾ, റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. റിലേറ്റിംഗ് ദ ഇനീഷ്യൽ കാറ്റഗറീസ് കോഡ്സ് ടു ഈച്ച് അതർ യൂസിങ് എ ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് തിങ്കിങ്. ഇതിന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇതുമായിട്ടൊരു ബന്ധം, ഇതുമായിട്ടൊരു ബന്ധം, അപ്പോൾ നമുക്ക് ഈ ഒരു വിഭാഗത്തിൽപ്പെടുത്താം, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഈ വിഭാഗത്തിൽപ്പെടുത്താം എന്നൊക്കെ രീതിയിൽ പരസ്പര ബന്ധങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ആ ബന്ധങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ കാറ്റഗറൈസേഷൻ ചെയ്യുന്നതാണ് ആക്ച്വൽ കോഡിംഗ്. ഇവിടെ എന്താ ചെയ്യുന്നത്? കോഷ്യൽ റിലേഷൻഷിപ്പ്, അത് ഇതിനൊക്കെ കാരണമാകുന്നു എന്ന രീതിയിൽ. ഉദാഹരണം, ലാക്ക് ഓഫ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, അത് കാരണമാവുന്നു. ഒരു എക്സാമ്പിൾ പറയാം. കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു എന്നത് അതൊരു പ്രതിഭാസമാണ്. അപ്പുറത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അല്ലെങ്കിൽ അടിപിടിയൊക്കെ എപ്പോഴും കോൺഫ്ലിക്റ്റുകളും സ്ട്രെസ്സുകളും ഉണ്ടാകുന്നത് മറ്റൊരു പ്രതിഭാസമാണ്. അപ്പം മനസ്സിലായി ഇവർ തമ്മിലെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞത് കൊണ്ടാണ്, ശരിക്ക് ആശയവിനിമയം നടത്താത്തത് കൊണ്ടാണ് ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ഉദാഹരണം, ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷയങ്ങൾ എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം. കാരണം എന്താ? ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. എൻ്റെ കാര്യങ്ങൾ ഞാൻ എൻ്റെ വൈഫിനോട് ഓപ്പണായിട്ട് ഒരു മറയുമില്ലാതെ തുറന്ന് സംസാരിക്കാനും അവൾ എന്നോടും തുറന്ന് സംസാരിക്കുക, എടാ പോടാ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ലെവലാവുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയും. നേരെ മറിച്ച് കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടും അവൾ കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടും പിന്നെ സംശയത്തിന്റെ വീട്ടിലാണെങ്കിൽ എന്നും പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ എന്താണ് ഇവിടെ പ്രശ്നത്തിന്റെ കാരണം? ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കോഡ്, ഈ സാധനം ഇതൊക്കെ ഒരു ഇതിലേക്ക് കൊണ്ടുപോകും.
പിന്നെ സെലക്റ്റീവ് കോഡിംഗ്. ഇങ്ങനെയുള്ള ആക്ച്വൽ കോഡിങ്ങിൽ വന്ന സാധനങ്ങളെ പിന്നെ വലിയൊരു ഹെഡിങ്ങിന്റെ കീഴിൽ അല്ലെങ്കിൽ വലിയൊരു കാറ്റഗറിക്ക് കീഴിൽ കൊണ്ടുവരുന്നതാണ്, കോർ മോഡലിന്റെ കീഴിൽ കൊണ്ടുവരുന്നതാണ് സെലക്റ്റീവ് കോഡിംഗ്. സെലക്റ്റീവ് വൺ മേജർ കാറ്റഗറി ടു ബി ദ സെന്റർ. അതൊരു സെന്റർ ആക്കി വെക്കും. എന്നിട്ട് ഇതിന്റെ കീഴിൽ ഇതിലെങ്ങനെ കൊണ്ടുവന്ന് അപ്പോൾ ഒരു ഹെഡിങ്ങിന്റെ കീഴിൽ 10 കൊട്ടകൾ ഉണ്ടാവും. ഈ 10 കൊട്ടയിലും മറ്റു കൊട്ടയിൽ നിന്നും എല്ലാം കൂടി പോകുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഈ ആയിരക്കണക്കിന് ഡാറ്റകളാണ്. ആയിരക്കണക്കിന് ഡാറ്റകളെ എന്തോ ഒരു കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു. ഫസ്റ്റ് അത് ഇനീഷ്യൽ അല്ലെങ്കിൽ ഓപ്പൺ കോഡിംഗ്. എന്നിട്ട് അത് തമ്മിൽ ബന്ധങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ പോകുന്നു, അത് ആക്ച്വൽ കോഡിംഗ്. ഈ ബന്ധങ്ങൾ തമ്മിൽ തന്നെ പ്രത്യേക ഒരു തരത്തിലേക്ക് ഒരു പ്രത്യേക കൊടക്ക് കീഴിൽ കൊണ്ടുവരുമ്പോൾ അത് സെലക്റ്റീവ് കോഡിംഗ്. ഇങ്ങനെ കോഡ് ചെയ്ത് നമ്മൾ പ്രസ്താവിക്കുന്ന, നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു തിയറിയാണ് കോഡിംഗ് തിയറി, അതല്ലെങ്കിൽ ഗ്രൗണ്ടഡ് തിയറി എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഐഡന്റിഫൈ കോർ കാറ്റഗറി ആൻഡ് ഇന്റഗ്രേറ്റ് ഓൾ അതേഴ്സ്. ഒരു കോർ കാറ്റഗറി കണ്ടെത്തി അതിന്റെ കീഴിൽ ആക്സിയലിന്റെ കീഴിലുള്ള 5 എണ്ണത്തെയും അല്ലെങ്കിൽ 10 എണ്ണത്തെയും എല്ലാം കൂടി ഇതിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നു. ദിസ് സ്റ്റെപ്പ് ബിൽഡ് ദ ഫൈനൽ കോൺസെപ്ഷ്യൽ ഫ്രെയിംവർക്ക് ഓർ മോഡൽ. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ആശയത്തെ, ആ ഫിനോമിനെ വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ ഈ ഒരു നമ്മുടെ ഈ അവസാനത്തെ സ്റ്റെപ്പ് സഹായിക്കും. ഫോർ ഉദാഹരണം, if studying academic success, the core category might be proactive resources. All other നോക്കിയത് ഇതിപ്പോ എന്താ, നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ കിട്ടിയ കുറേ ഡാറ്റകൾ, അതാണ് ട്രാൻസ്ക്രിപ്ഷൻ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഡാറ്റകളുണ്ട്. നമ്മുടെ ഡയറി നിറച്ച് 100-200 പേജുകൾ നിറച്ച് കിടക്കുന്നുണ്ട് ട്രാൻസ്ക്രിപ്ഷൻ. ഇത് ഞാൻ ഓരോ പേജ് ഇങ്ങനെ മറിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു 4-5 കാറ്റഗറി ആയിട്ട് എഴുതി. ആദ്യത്തത് അങ്ങനെ ഒരു ഓപ്പൺ കോഡിങ് നടക്കുന്നുണ്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓപ്പൺ കോഡിങ്ങിന്റെ ഭാഗമായിട്ട് പല കോഡ് ഇട്ടിട്ട് ഒരു കോഡിന്റെ കീഴിൽ വേറെ കുറച്ച് കോഡുകളാക്കി തിരിച്ചു. ഓക്കെ, ഈ കോഡുകളാക്കി തിരിച്ചതിന് നമ്മൾ എന്ത് ചെയ്തു, പരസ്പര ബന്ധം, അത് ഇതുമായിട്ട് ചെറിയ ബന്ധം ഉണ്ടെന്ന് എനിക്ക് ഇങ്ങനെ തോന്നി. അപ്പൊ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അതെല്ലാം കൂടി ആ പരസ്പര ബന്ധമുള്ള, കണക്ഷൻ ഉള്ള, ആശയങ്ങളിൽ പൊരുത്തമുള്ളതിനൊക്കെ കൂടിയിട്ട് ആ കോഡും ഈ കോഡും ഒരു കാറ്റഗറിന്റെ കീഴിൽ കൊണ്ടുവന്നു. അതാണ് ആക്സിയൽ കോഡിംഗ്, ബന്ധങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പൊ കുറെ കാറ്റഗറികൾ വരും. അവസാനം ഒരു കാറ്റഗറി, മറ്റൊരു കാറ്റഗറി, ഈ എല്ലാ കാറ്റഗറിയും നമ്മളൊന്ന് വലിയ ഒരു കാറ്റഗറിക്ക് കീഴിൽ കൊണ്ടുവന്നു. ഇങ്ങനെ ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്ന ഒരു വിത്ത് മുളച്ച് വലിയൊരു ട്രങ്ക് ഉണ്ടായി. ആ ട്രങ്കിൽ നിന്ന് വ്യത്യസ്തമായ ബ്രാഞ്ചുകൾ ഉണ്ടായി. ആ ബ്രാഞ്ചുകളിൽ ചില്ലകളും ഇലകളുമായി മൂത്തു വരുന്ന ഒരു സംവിധാനമാണ് ഗ്രൗണ്ടഡ് തിയറി എന്നുള്ളത്. എക്സാമ്പിൾ പറയാം. ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുമ്പോൾ ഒരു പാറ്റേൺ, 2 പാറ്റേൺ അഥവാ 2 സെലക്റ്റീവ്, അതിന്റെ കീഴിൽ കാറ്റഗറി, ആ കാറ്റഗറിന്റെ കീഴിൽ കോഡ്, ആ കോഡുകളെ തരംതിരിക്കുന്നതിന് മുമ്പ് നമുക്ക് ടെക്സ്റ്റുകൾ. അപ്പോൾ ഞാൻ ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ സാധനങ്ങൾ 1 ടെക്സ്റ്റ്, 2 ടെക്സ്റ്റ്, 3 ടെക്സ്റ്റ്, 4 ടെക്സ്റ്റ്, 5 ടെക്സ്റ്റ് ആയിട്ട് കുറേ എഴുതി. അതെല്ലാം നമ്മൾ പല കോഡുകളായി തിരിച്ചു. കോഡ് 1, കോഡ് 2, കോഡ് 3. എന്നിട്ട് ഈ കോഡ് 1ഉം 2ഉം 3ഉം അതൊരു കാറ്റഗറി, 4 മറ്റൊരു കാറ്റഗറി. ഇതിനെ നമ്മൾ ഒരു പാറ്റേൺ, 2 പാറ്റേൺ ആയിട്ട് തരംതിരിച്ചു. ഈ 2 പാറ്റേണുകളൊക്കെ വെച്ചുകൊണ്ട് ഒരു പുതിയ ഒരു പ്രതിഭാസം ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതാണ് ഗ്രൗണ്ട് തിയറി എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ പറയാം. കുട്ടികൾ കോളേജിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന രീതി ഞാനിങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ എങ്ങനെ സ്കൂളിൽ പോകുന്നത്, അംഗനവാടി പോകുന്നത്, കോളേജിൽ പോകുന്നത് നിരീക്ഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് കുറേ ആൾക്കാർ നടന്നു വരുന്നുണ്ട്, കുറച്ച് ആൾക്കാർ അങ്ങനെ കണ്ടു, കുറച്ച് കുട്ടികൾ സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് വരുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ ഇതൊക്കെ അത് തമ്മിൽ പല ഡാറ്റകളാണ്. ഇത് തമ്മിലൊരു ബന്ധമുണ്ട് എനിക്ക്. അതെന്താണ്, ഇവർ സ്വന്തം അധ്വാനത്തിൽ വണ്ടിയൊന്നും കയറാതെ, എഞ്ചിനൊന്നും ഇല്ലാതെ അൺമോട്ടറൈസ്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ കോഡ് ചെയ്തു അതിനെന്ത് ആക്സിയൽ കോഡിങ് നടത്തിയതിന്. ഇപ്പോൾ നോക്ക്, ചിലർ ട്രെയിനിൽ വരുന്നു, ചിലവർ ബസ്സിൽ വരുന്നു, ചിലവർ കാറിന്, ഇവരൊക്കെ മോട്ടോർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു കോഡ്. അപ്പോൾ ഇതിനെ പരസ്പരം എന്ത് ചെയ്തു, കോഡ് ചെയ്തു. എന്നിട്ട് അത് തമ്മിൽ ബന്ധമുള്ളതിനെ നമ്മൾ ആക്സിയൽ കോഡിങ് നടത്തി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, വലിയൊരു കാറ്റഗറി കൊണ്ടുവന്നു. ഈ കാറ്റഗറി എന്താണ്, ഡിസ്റ്റൻസ് ആണ് ഇതിന്റെ പ്രധാന ഘടകം. അടുത്തുള്ളവർക്ക് സൈക്കിളിൽ വരാം, നടന്നു വരാം. ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ അവർ വണ്ടി ഉപയോഗിക്കേണ്ടി വരും. വണ്ടിയല്ല, പലവർക്കും പല രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല, കണ്ടോ. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്നൊരു സംഭവത്തെ, സ്കൂളിലേക്ക് എത്തുക എന്ന സംഭവത്തെ ഞാൻ ഇങ്ങനെ നിരീക്ഷിച്ച് കണ്ടെത്തി. ഇതേ രൂപത്തിലാണ് നമ്മുടെ ഗ്രൗണ്ടഡ് തിയറിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇതിന്റെ പ്രോസസ്സ് എന്താന്ന് പറഞ്ഞാൽ, ആദ്യം ഡാറ്റ കളക്ഷൻ നടത്തുന്നു. ആ ഡാറ്റ കളക്ഷൻ ഒബ്സർവേഷൻ ആകാം, ഇന്റർവ്യൂ ആകാം, വിഷ്വൽ മെറ്റീരിയൽസ് ആകാം, റിവ്യൂ ആകാം, പലതുമാകാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഓപ്പൺ കോഡിംഗ് നടത്തുന്നു. അഥവാ ഇതിനെ എന്ത് ചെയ്തു, ഫസ്റ്റ് കാറ്റഗറൈസേഷൻ നടത്തുന്നു. ആ കാറ്റഗറൈസേഷനെ പിന്നെ ബന്ധങ്ങൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ആക്ച്വൽ കോഡിംഗ് നടത്തുന്നു. പരസ്പര ബന്ധങ്ങളുള്ളതിനൊക്കെ എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് കൂടെ കണക്ട് ചെയ്തെക്കുന്നു. അങ്ങനെ കണക്ട് ചെയ്ത സാധനങ്ങളെ ഒരു വലിയ കൊട്ടയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്നു സെലക്റ്റീവ് കോഡിംഗ്.
ഇങ്ങനെ 1-2 കൊടക്ക് കീഴിൽ ഈ സാധനത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്നിട്ട് അത് വെച്ചുകൊണ്ട് ഞാനൊരു വലിയ പ്രസ്താവന അല്ലെങ്കിൽ വലിയൊരു ആശയം, വലിയൊരു തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ സ്റ്റെപ്സ്. എന്താണ് ഇതിന്റെ ഒരു പ്രാധാന്യം? ഈ പറഞ്ഞ ഗ്രൗണ്ടഡ് തിയറി. അത് ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞാൽ ഭയങ്കര റിലയബിലിറ്റിയും വാലിഡിറ്റിയും ഉള്ളതാണ്. നല്ല വാലിഡിറ്റിയും റിലയബിലിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരു വാല്യൂ ഉണ്ട്. കാരണം പല പല സോഴ്സിൽ നിന്നും സൈമൾട്ടേനിയസ്ലി കളക്ട് ചെയ്യുന്നു, സൈമൾട്ടേനിയസ്ലി റിവ്യൂ ചെയ്യുന്നു, സൈമൾട്ടേനിയസ്ലി മോഡിഫൈ ചെയ്യുന്നു എന്നതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് വേരിയസ് സോഴ്സിൽ നിന്നും പിന്നെ കളക്ട് ചെയ്യുന്നു എന്നത് ഇതിന്റെ റിലയബിലിറ്റി അതുപോലെ വാലിഡിറ്റി വർദ്ധിപ്പിക്കുന്നു എന്നത് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഈ ഡാറ്റകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ, ഇത് അതിന് കാരണമാകുന്നു, അത് ഇതിന് കാരണമാകുന്നു, ഇത് കാരണം അത് കുറയുന്നു, അത് കാരണം ഇത് കുറയുന്നു എന്നൊക്കെ രീതിയിൽ നമുക്ക് കോഷൽ റിലേഷൻഷിപ്പ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നു എന്നതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇൻഡക്റ്റീവ് ബേസിൽ ആ കാര്യങ്ങളൊന്നും ഒരു ഡാറ്റയിൽ നിന്നും പിന്നെ മറ്റൊന്നിലേക്ക് പോകുകയാണ്. അപ്പോൾ ഒരു ഡാറ്റ മറ്റൊരു ഡാറ്റ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു കൊട്ട, ആ കൊട്ടയ്ക്ക് ഇങ്ങനെ വലിയൊരു സംഭവത്തിലേക്ക് പോകണമെങ്കിൽ ചെറുതെന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇൻഡക്റ്റീവ് ബേസ് ഉണ്ട് എന്നുള്ളതിന്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ നോളജ് ബേസ് അപ്ഡേറ്റ്, നിലവിലുള്ള ആശയങ്ങളെ ഒന്നെങ്കിൽ മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ പുതിയ പുതിയ ആശയങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ ഈ പറഞ്ഞ ഗ്രൗണ്ടഡ് തിയറി ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് ഡാറ്റ ഡ്രിവൻ ആണ്. വെറുതെ തോന്നിയൊരു എസ്റ്റാബ്ലിഷ് ചെയ്ത് പറയലല്ല, മറിച്ച് ഒരു ഊഹം വെച്ച് പറഞ്ഞ് പിന്നെ അത് തെളിയിക്കുകയല്ല, മറിച്ച് ഉള്ളതുപോലെ അനലൈസ് ചെയ്ത് കൃത്യമായി എംപെരിക്കലി പ്രൂവ് ചെയ്തുകൊണ്ടാണ് ഇത് തെളിയിക്കുന്നതെന്നുള്ളതാണ്. പിന്നെ മൾട്ടി വേരിയേഷൻ ആണ് ഇതിന്റെ മധ്യത. മൾട്ടി വേരിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം പലതിനും വിധേയമാണ്. അതായത് ഇവിടെ നമ്മൾ ഡാറ്റ കളക്ഷൻ ഒന്ന് നടത്തി അടുത്ത ശേഷം സബ്സിക്വന്റ് അടുത്തത് ആഴ്ച അങ്ങനെ വരാം. അതല്ലെങ്കിൽ സീക്വൻഷ്യാലിറ്റി ഉണ്ടായിക്കോളുന്നില്ല. സൈമൾട്ടേനിയസ്ലി ഒരേ സമയം നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്നു, ഒരേ സമയം നമ്മൾ വീഡിയോ കാണുന്നു, ഒരേ സമയം ഇന്റർവ്യൂ നടത്തുന്നു. അങ്ങനെ കാത്തിരിക്കേണ്ട ഇതിന് ശേഷം മറ്റേതിന് ശേഷം അങ്ങനെയൊന്നുമില്ല. പല രീതിയിൽ നിന്നും പല സോഴ്സിൽ നിന്നും ഒരേ സമയത്ത് പല പല കാര്യങ്ങളും പല പല രീതിയിൽ ചെയ്യാൻ പറ്റുന്നു എന്നതിന്റെ പ്രത്യേകത. സെറൻഡിപിഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ കഴിയുമ്പോഴേക്ക് അടുത്തത്, അത് കഴിയുമ്പോഴേക്ക് അടുത്തത്, അത് തന്നെ ഒരേ സമയം. ഇപ്പോൾ വലിയൊരു എൻജിൻ, ഇപ്പൊ എൻ്റെ ഒരു വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നേ ഉള്ളൂ, പക്ഷെ വണ്ടി ഓപ്പൺ ആയി കഴിഞ്ഞാൽ പലതും തമ്മിൽ വർക്ക് ചെയ്യുന്നത്. അതേസമയം പല പല സോഴ്സിൽ നിന്ന് പല പല രീതിയിലുള്ള ഡാറ്റ കളക്ഷൻസ് നടക്കുന്നു. അതോടൊപ്പം ഇത് സ്കെഡ്യൂൾഡ് ആണ്. ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ചെയ്ത് ഇങ്ങനെയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതായത് ഡാറ്റ കളക്ട് ചെയ്യണം, എന്നിട്ട് കോഡ് ചെയ്യണം, കോഡിനെ ഇങ്ങനെ ഓപ്പൺ കോഡിങ്, പിന്നെ ആക്ച്വൽ കോഡിങ്, പിന്നെ സെലക്റ്റീവ് കോഡിങ്, പിന്നെ നമ്മൾ തിയറി എസ്റ്റാബ്ലിഷ്. അപ്പോൾ സ്കെഡ്യൂൾഡ് ആണ്, സെറൻഡിപിറ്റി ഉണ്ട്, സൈമൾട്ടേനിയറ്റി ഉണ്ട്, സബ്സിക്വൻഷ്യാലിറ്റി ഉണ്ട്, പിന്നെ സീക്വൻഷ്യൽ രീതിയിൽ പോകുന്നു. ഇതൊക്കെ ഇതിന്റെ ഒരു ക്വാളിറ്റിയാണ്. അതുകൊണ്ട് ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി, ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡാണ് ഗ്രൗണ്ടഡ് തിയറി എന്നത്. എവിടെയാണ് അപ്ലൈ ചെയ്യലെന്ന്? അത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പോളിസി മേക്കിങ്ങിന് ഉപയോഗിക്കാം. നിലവിലുള്ള ഒരു പ്രോഗ്രാം അക്ഷയ എന്നത് അത് വിജയപ്രദമാണോ അല്ലേ? അപ്പൊ നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയിട്ട് പല അക്ഷയ സെന്ററിലെ ഉപഭോക്താക്കളെയും അതിൽ നടക്കുന്ന പ്രതിഭാസങ്ങളൊക്കെ ഒന്ന് ശരിക്കൊരു പഠനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അക്ഷയ ഉപകാരപ്രദമാണോ അല്ലേ. അതല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന NEP എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇങ്ങനെ ഏതിനെ നമുക്ക് അത് പഠനം നടത്തിയിട്ട് നിലവിലുള്ള പോളിസി മാറ്റാൻ അല്ലെങ്കിൽ പുതിയ പോളിസി കൊണ്ടുവരാൻ, നിലവിലുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യാൻ, അതിന്റെ പോരായ്മകൾ കണ്ടെത്താനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അൺആൻസേർഡ് ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഫോർമുലേഷൻ പോളിസി ആൻഡ് പ്രോഗ്രാം ഇവാലുവേഷൻ റിസർച്ചിന് ഉപയോഗിക്കാം. ഇവാലുവേറ്റിനെ ഉദാഹരണം ഒരു മെന്റർഷിപ്പ്, നമ്മൾ കോച്ചിങ്, ട്രെയിനിങ്, ഈ മേഖലയിൽ ആ ഒരു മേഖലയിലുമാണെങ്കിൽ നമുക്ക് പഠനം നടത്തും. പാർട്ടിസിപ്പന്റ് ഡിസ്കവർ ലാക്ക് ഓഫ് റെക്കഗ്നിഷൻ. ഈ എന്തുകൊണ്ട് കോച്ചുമാര് പെട്ടെന്ന് കമ്പനി വിട്ടു പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒഴിവാക്കി പോകുന്നു, അതല്ലെങ്കിൽ നമ്മുടെ ഈ പ്രതിഭാസി, കാരണം അവർക്ക് കിട്ടേണ്ട റെക്കഗ്നിഷൻ കിട്ടുന്നില്ല. ചില താരങ്ങൾ കണ്ടില്ലേ ഫീൽഡ് വിട്ടു പോകേണ്ടതിന്റെ കാരണം എന്താണ്? അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു നയം കൊണ്ടുവരണം എന്ന രീതിയിൽ ഒരു പോളിസി ഉണ്ടാക്കാം. ഇത് മാർക്കറ്റ് റിസർച്ചിൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് ജനങ്ങളുടെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കമ്പനികൾക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനും പിന്നെ ഇതൊക്കെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. കൺസ്യൂമറിന്റെ ഡിമാൻഡുകളും പ്രിഫറൻസുകളും മനസ്സിലാക്കിയിട്ട്, ഇപ്പം ഞാനൊരു ഒരു പ്രത്യേക സാധനം പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്ന ആളാണെങ്കിൽ അതിന്റെ മാർക്കറ്റ് ട്രെൻഡ് അല്ലെങ്കിൽ ജനങ്ങളുടെ ഡിമാൻഡ് എക്സ്പെക്ടേഷൻ മനസ്സിലാക്കിയിട്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇല്ലാണ്ടെങ്കിൽ നമ്മൾ പണ്ട് ചെയ്യുന്ന മാതിരി 25 കൊല്ലം കഴിഞ്ഞാൽ ആ പഴയ പെട്ടിക്കടയായിട്ട് ഇരിക്കേണ്ടി വരും. അതേസമയം ഇങ്ങനെയുള്ള റിസർച്ചുകളൊക്കെ നടത്തിയിട്ടാണെങ്കിൽ അതിനനുസരിച്ച് ആൾക്കാരുടെ ഡിമാൻഡും താല്പര്യവും ആന്റിസിപ്പേഷനും അനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ കമ്പനി എവിടെയോ എത്തും. അതൊക്കെയാണ് പ്രത്യേകത.
നമ്മുടെ പ്രൊഡക്റ്റ് എവിടെ പൊസിഷൻ ചെയ്യണം, മാർക്കറ്റിൽ ഏത് സ്ഥലത്ത് എങ്ങനെ ഇറക്കണം എന്നുള്ളതൊക്കെ ഡിമാൻഡ് ഇതൊക്കെ നോക്കിയിട്ട്, അപ്പോൾ അതിനൊക്കെ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഗ്രൗണ്ടഡ് തിയറി എന്നുള്ളത്. സോഷ്യൽ സയൻസ് ആട്ടെ, എഡ്യൂക്കേഷൻ, ഹ്യൂമാനിറ്റീസ്, സൈക്കോളജി, ഇവിടങ്ങളിലൊക്കെ ഈ ഇതിലെ തിയറികളും ഇതിലെ ആശയങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു. അപ്പോൾ ആപ്ലിക്കേഷൻ വിശാലമാണ്. പോളിസി മേക്കിങ്ങിലും, പ്രോഗ്രാം ഇവാലുവേഷൻ, മാർക്കറ്റ് സ്റ്റഡി, പിന്നെ സോഷ്യൽ സ്റ്റഡീസിൽ ഈ ഫാമിലി ഇഷ്യൂസ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ഇതിലുള്ള ആശയങ്ങൾ ഉപയോഗപ്പെടുത്താം, ഈ മെത്തേഡ് ഉപയോഗിക്കാം. പക്ഷെ ഇതിലുള്ള പ്രശ്നം വെച്ചാൽ ഇതിൻ്റെതായ ചലഞ്ചുകളും ക്രിറ്റിസിസം, അതിൽ ഷോർട്ട് കമ്മിങ്സും. ഒന്ന്, റിസർച്ച് ചെയ്യുന്ന ആളുടെ ബയാസ്. ഇയാൾ ഡാറ്റയിൽ നിന്നാണ്. സെൽഫ് ഇന്റർവ്യൂ ഒക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അത്രയും കഴിവുള്ള ആൾക്കാർക്ക് ഡാറ്റയെ സ്വന്തമായിട്ട് അനലൈസ് ഇതുണ്ടാക്കാന്ന് പറയും, അതൊക്കെ വലിയൊരു വിഷയമാണ്. എമർജൻസ് പ്രോബ്ലം, ഡാറ്റയിൽ നിന്നും നമ്മൾ ഇൻഫോർമേഷൻ എടുക്കല്ലേ, ആ ഇൻഫോർമേഷൻ ഇയാൾ എടുക്കുമ്പോൾ ഇയാളുടെ ചില വാല്യൂ ഇയാളുടെ എത്തിക്കൽ ബാധിക്കില്ല എന്നൊരു പ്രശ്നമായിട്ട് കിടക്കും. എത്തിക്കൽ ഇഷ്യൂ, റിസർച്ച് ബയാസ് അവിടെ കാണുന്നുണ്ട്. അതായത് പ്രീ കൺസെപ്ഷൻസ് ക്യാൻ ഇൻഫ്ലുവൻസ് ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ. എനിക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് മുൻധാരണ ഉണ്ടെങ്കിൽ ഞാൻ ആ ഡാറ്റയെ അനലൈസ് ചെയ്യുമ്പോൾ, ഞാൻ ഈ കണ്ണട ഇത് രീതിയിൽ വെച്ചതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ബ്ലൂ കണ്ണടയാണെങ്കിൽ ഡാറ്റ ഞാൻ ബ്ലൂ ആയിട്ടേ കാണുള്ളൂ. ആ ഒരു വിഷയം അവിടെ കിടക്കുന്നുണ്ട്. പ്രീ കോൺസെപ്ഷൻ എന്നുള്ളത് ഏതൊരാളുടെയും പ്രിജുഡി അവിടെ സ്വാധീനിക്കും. അവിടെ അതൊരു വിഷയമാണ്. അതായത് സെൻട്രൽ പ്രിൻസിപ്പിൾ ഓഫ് എമർജൻസി, അതായത് ഇതിന്റെ ഉത്ഭവം, ഡാറ്റയിൽ നിന്നും ആര് എന്ത് കൊണ്ടുവരുന്നു എന്നുള്ളൊരു വിഷയം. ആരാണ് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, ആരാണ് ഇതിന്, അതൊരു വിഷയം തന്നെ. പിന്നെ വാലിഡിറ്റി പലപ്പോഴും ചോദ്യം ചെയ്യാറുണ്ട്. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടന്റ് വാലിഡിറ്റി നമ്മൾ പറഞ്ഞിരുന്നു. കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണോ ഈ സാധനം ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അത് ഇന്ന് കിട്ടുന്നുണ്ടോ. അതേമാതിരി തന്നെ നമ്മൾ ഏത് പഠനമാണോ അതെങ്കിൽ അതന്നെയാണോ കിട്ടുന്നത് എന്നുള്ളതൊരു ചലഞ്ചിങ് ആണ്. എന്നാൽ ഇങ്ങനെയൊക്കെ ചലഞ്ചിങ്ങും പ്രശ്നങ്ങളും ഉണ്ട് എങ്കിലും, ഡിസ്പൈറ്റ് ദീസ് ഇഷ്യൂസ്, മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ഗ്രൗണ്ടഡ് തിയറി റിമൈൻസ് വൺ ഓഫ് ദി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആൻഡ് പ്രോമിനന്റ് മെത്തഡോളജീസ് ഇൻ സയൻസ്, സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിൽ പണ്ടും 1960 മുതൽ ഇന്നേ വരെയും ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനമാണ്, ഇൻക്ലൂഡിംഗ് സൈക്കോളജി, മാനേജ്മെന്റ്, സോഷ്യോളജി. ഇറ്റ് റിമൈൻസ് വൺ ഓഫ് ദി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ക്വാളിറ്റേറ്റീവ് മെത്തഡ് അക്രോസ് ഡിസിപ്ലിൻ. ഏത് മേഖലയിലും സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ ധാരാളം ഉണ്ട്, അവിടങ്ങളിലൊക്കെ ഇന്നും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു ഗുണമാണ്, മെച്ചമാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇത് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത്? ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡക്റ്റീവ് മെത്തേഡ് ഉപയോഗിച്ച് ഡാറ്റ ഡ്രിവൺ ആയ ഒരു ഇതാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും ഇതിൽ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ക്വാളിറ്റേറ്റീവ് ഡാറ്റയിലെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണിത്. ഇവിടെ നമ്മൾ ഈ സാധനം എന്തിനു ഉപയോഗിക്കുന്നത്? പുതിയ നല്ല നല്ല ആശയങ്ങൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നിലവിലുള്ള എന്താ പറയുക തിയറിയെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനൊക്കെ, അതുപോലെ തന്നെ മെയിൻ കൺസേൺസും പിന്നെ അതുപോലെ കോൺസെപ്ഷ്യൽ ഹൈപ്പോത്തിസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ്, ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്. ഇവിടെയുള്ള ഡാറ്റയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഡാറ്റയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രധാനമുള്ളത്. ഇത് റിസർച്ചിന് വേണ്ടി സൈക്കോളജി, മാനേജ്മെന്റ്, എഡ്യൂക്കേഷൻ എന്നെല്ലാ മേഖലകളിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിന് ഇതിൻ്റെതായ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഇതിൻ്റെതായ ഒരു മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾ ഫീൽഡിൽ ഇറങ്ങുന്നു, ഡാറ്റകൾ നമ്മൾ കുഴിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറിപ്പുകൾ ആക്കുന്നു, മെമ്മോ രൂപത്തിൽ നമ്മൾ കുറിപ്പുണ്ടാക്കുന്നു. ആ മെമ്മോ രൂപത്തിലുള്ള ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പേജ് കണക്കിനുള്ള ആ മെമ്മോകളെ നമ്മൾ പലതിൻ്റെയും പേരിൽ സോർട്ട് ചെയ്യുന്നു, കാറ്റഗറൈസ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ കോഡ് ചെയ്യുന്നു. കോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ്, ഓപ്പൺ കോഡിംഗ് ആകാം, അതിനുശേഷം ഒരു ആക്സൽ കോഡിങ്ങിലേക്ക് പോകുന്നു, ആക്സൽ കോഡിംഗ് പിന്നെ സെലക്റ്റീവ് കോഡിങ്ങിലേക്ക് പോകുന്നു. അങ്ങനെ സെലക്റ്റീവ് കോഡിങ്ങിന് ശേഷം വലിയൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അതാണ് ഇന്റർപ്രിറ്റേഷൻ. ഇത് തമ്മിലുള്ള ബന്ധങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് വലിയൊരു തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചെയ്യുന്നു. കോഡിംഗ് ഓപ്പൺ ഉണ്ട്, ആക്സൽ ഉണ്ട്, സെലക്റ്റീവ് ഉണ്ട്. ഇത് ഹൈ റിലയബിലിറ്റി, ഹൈ വാലിഡിറ്റി ഉള്ള വലിയ ഒരു തിയറിയാണ്, മെത്തേഡാണ്. കാരണം ഇത് മൾട്ടിപ്പിൾ സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് നടത്തുന്നത്. പിന്നെ പോളിസി, പ്രോഗ്രാം ഇവാലുവേഷൻ ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് എന്നുള്ള മറ്റൊരു ഇതിൻ്റെ പ്രത്യേകതയാണ്. പല ക്രിറ്റിസം ഇതിനുണ്ട് എങ്കിലും ഇന്നും ഇപ്പോഴും എപ്പോഴും പവർഫുള്ളായി നിൽക്കുന്ന ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് അപ്രോച്ചാണ്, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് സ്റ്റഡി മെത്തേഡാണ് ഈ പറഞ്ഞ ഗ്രൗണ്ടഡ് തിയറി. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ?